അവിടത്തേക്ക് അല്ലാഹു നൽകിയ മഖാമ് കൊണ്ട്, അവിടത്തേക്ക് അല്ലാഹു നൽകിയ സ്ഥാനം കൊണ്ട് നമ്മളെയും നമ്മളുടെ ഭാര്യ മക്കൾ, പേരമക്കൾ, മരുമക്കൾ, ബന്ധപ്പെട്ട എല്ലാവരെയും ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും അല്ലാഹു സലാമത്താക്കുമാറാവട്ടെ. മരണപ്പെട്ട ഉമ്മ വാപ്പാര് ബന്ധപ്പെട്ടവരുടെ ഖബറൊക്കെ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. മഹാനായ ഓതുള്ളാഹം തങ്ങളോടുകൂടെ നമ്മളെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും നമ്മുടെ ഉമ്മ വാപ്പാർ, ഉസ്താദുമാര്, ഭാര്യ മക്കളെ എല്ലാവരെയും, അതുപോലെ ഈ സംരംഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഏതൊക്കെ കരങ്ങളുണ്ടോ അവരെ എല്ലാവരെയും നാളെ ഓതുള്ളാഹം മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളോടുകൂടെ ആദരവായ മുത്തുനബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് കാലിക്ക് നീ ഒരുമിച്ച് കൂട്ടിത്തരണേ തമ്പുരാനേ. മാറാവ്യാധി രോഗങ്ങളെ കൊണ്ടോ അപകടങ്ങളെ കൊണ്ടോ മറ്റുള്ള ബുദ്ധിമുട്ടുകളെ കൊണ്ടോ ഞങ്ങളെയോ ബന്ധപ്പെട്ടവരെയോ നീ പരീക്ഷിക്കല്ല മന്നാനേ. മരണം വരെ ആഫിയത്തും ഇസ്സത്തും നൽകണേ തമ്പുരാനേ. മരണശേഷവും നീ പ്രദാനം ചെയ്യണേ റഹ്മാനേ. ഓതുള്ളാഹുവിന്റെ കാവല് കൊണ്ട് അല്ലാഹ്, അവിടത്തെ സഹായം കൊണ്ട് അല്ലാഹ് ശൈഖേ സഹായിക്കണേ. ശൈഖേ മഹാനായ ശൈഖ് ജീലാനി തങ്ങളെ സഹായിക്കണേ. ശൈഖ് ജീലാനി തങ്ങളെ ഞങ്ങളെ കരം പിടിക്കണേ. ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും ഞങ്ങളെ സലാമത്താക്കി തരണേ, രക്ഷക്കണേ, സഹായിക്കണേ ശൈഖ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിന്റെ നേതാവായ അഷ്റഫുൽ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായപ്പോൾ ഭൂമി വല്ലാതെ കരിയായി. لما قبض رسول الله صلى الله عليه وسلم ഈ ലോകം മുഴുവനും പടക്കാൻ കാരണഭൂതരായ, ലോകത്തിന് മനസ്സിലാക്കാൻ കഴിയാത്ത അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി ലൗലാഹു ലം തുഖ്റജി ദുനിയാ മിനൽ അദമി. ഇവിടെ ഈ കാണപ്പെടുന്ന സർവചരാചരങ്ങളും സ്വർഗവും അതുപോലെ നരകവും മലായികത്തും ആകാശവും ഭൂമിയും എന്ന് വെക്കണ്ട അല്ലാഹുവിന്റെ മഖ്ലൂഖാത്ത് ഏതുണ്ടോ അത് മുഴുവനും പടക്കാൻ കാരണഭൂതരായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി ഖാതിമുൽ അംബിയാ മുഹമ്മദുർ റസൂലുള്ളാഹി. യാതൊരു പേടിയും പേടിക്കണ്ട. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലായികത്ത് സദസ്സിലിറങ്ങട്ടെ. മഹാന്മാരായ ഔലിയാക്കളുടെ അറുവാഹ് സദസ്സിലൊരുമിച്ച് കൂടട്ടെ. ഹാജരാവട്ടെ. പുന്നാരനബിന്റെ റൗളയിലേക്കുള്ള ഫോൺ നമ്പറാണ് സലാത്ത്. നോക്കിക്കോ, റസൂലുള്ളാഹിന്റെ റൗള ശരീഫില് നമ്പർ ഫോൺ അടിക്കട്ടെ. പുന്നാരനബി സദസ്സിലേക്ക് നോക്കട്ടെ. യാ റസൂലല്ലാഹ് ഖുദ് ബിഐദീനാ. ലോകത്തുമുള്ള അല്ലാഹുവിന്റെ മഖ്ലൂഖാത്ത് ഏതുണ്ടെങ്കിലും അത് മുഴുവനും പടക്കാൻ കാരണഭൂതരായ ബഹുമാനപ്പെട്ട മുത്തനബി ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ ലോകത്തുനിന്ന് വഫാത്തായപ്പോൾ ഭൂമി കരയാൻ എന്താ ഭൂമിക്കുള്ള പരാതി? ഹാജിക്കായ റബ്ബിനെ വിളിച്ചുകൊണ്ട് ഭൂമി പറഞ്ഞു, അല്ലാഹ് ഞാനിവിടെ യാതൊരു കഴിവില്ലല്ലോ, ഇനി എന്തിനാ ഞാൻ ഇവിടെ നിലകൊള്ളുന്നത്? ഇനി
അമ്പിയാക്കളുടെ പാദവും എന്റെ മേലെ ചവിട്ടുകയില്ലല്ലോ. ഒരൊറ്റ അമ്പിയാക്കൾ ഇവൻ ഇങ്ങോട്ട് അയക്കുകയില്ലല്ലോ. ഇനി എന്റെ മേലെ ഒരു അമ്പിയാക്കളും നടക്കുകയില്ലല്ലോ. അതുകൊണ്ട് ഇനി എന്തിനാണ് ഞാൻ നിലകൊള്ളുന്നത്? അള്ളാഹിനോട് പറഞ്ഞപ്പോ അള്ളാഹു പറഞ്ഞു, അജാലു അലാഹ് ഇരിക്കി, നിന്റെ മുതുകിൽ നിന്റെ മേലെ ഞാനാക്കും ചില ആളുകൾ ഖുലൂബുഹും അലാ ഖുലൂബിൽ അംബിയാ, അവരുടെ ഹൃദയം മഹാന്മാരായ അമ്പിയാക്കളുടെ ഹൃദയം പോലെയാണ്. അള്ളാഹുവിന്റെ അമ്പിയാക്കളുടെ കൽബ് എങ്ങനെയാണോ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കൽബുള്ള, കരീമുള്ളാഹി മൂസാ നബി അലൈഹിസ്സലാമിന്റെ കൽബുള്ള, റൂഹുള്ളാഹി ഈസാ നബി അലൈഹിസ്സലാമിന്റെ കൽബുള്ള, ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കൽബുള്ള, അബുൽ ബസർ ആദം നബി അലൈഹിസ്സലാമിന്റെ കൽബിന്റെ മേലുള്ള ഒരു വിഭാഗം ആളുകളെ നിന്റെ മേൽ ഞാനാക്കും. ലാ ഉഹല്ലികി, ഭൂമി ഞാൻ നിന്നെ ഒഴിവാക്കുകയില്ല. ഒരു കാലത്തും എന്റെ അമ്പിയാക്കളുടെ ഹൃദയമുള്ളതായ ഔലിയാക്കളില്ലാതെ നിന്റെ ഭൂമി ഞാൻ നിന്നെ ഒഴിവാക്കുകയില്ലെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പുന്നാര നബി മുഹമ്മദുർ റസൂലുള്ളാഹി ഭൂമിയോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലാഹു തആല. അമ്പിയാക്കളുടെ അതേ കഴിവുള്ള ഒരു വിഭാഗം ഇവിടെ ജീവിക്കും. അതുണ്ടാവും. ഏതുവരെ ഉണ്ടാവില്ല? യാമോട് അടുക്കുന്നത് വരെ ഉണ്ടാവും. അതിൽപ്പെട്ട ആളുകൾ 300, നുജബാൽ 70, അബ്ദാല് 40, മുഖ്താരിങ്ങൾ 7, ഉംദത്ത് 4, വൗദ് 1. ഇങ്ങനത്തെ ഒരു വിഭാഗം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അതെന്നും ഉണ്ടാവും. ഓനെ കൊണ്ടാണ് ഈ ഭൂമി നിലനിൽക്കുന്നത്. ഓനെ കൊണ്ടാണ് ഇവിടെ മഴ പെയ്യുന്നത്. ഓനെ കൊണ്ടാണ് ഇവിടെ ഭക്ഷണം കിട്ടുന്നത്. ഓനെ കൊണ്ടാണ് ഇവിടെ ഭൂമി ഉൾക്കുണ്ടാകാത്തത്. ഓനെ കൊണ്ടാണ് ആപത്ത് ബദാലും തട്ടി നീക്കപ്പെടുന്നത്. അങ്ങനത്തെ വിഭാഗം ഇവിടെ എന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെ പറ്റി അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ വാക്ക് നോക്കണം. അലാ എന്ന പദം അറബി ഭാഷയിൽ ഉപയോഗിച്ചാൽ എന്തിനാണ് എന്ന് ഉസ്താദന്മാരോട് ചോദിച്ചാൽ അറിയാം. അറബി ഭാഷയിൽ ഒരാൾ അല എന്ന പദം ഉപയോഗിച്ചാൽ ശേഷം പറയുന്ന കാര്യം കുറച്ച് ഗൗരവമുള്ളതാണെന്ന് മനസ്സിലാക്കാനാണ്. ശേഷം പറയുന്ന കാര്യം കുറച്ച് ഗൗരവമുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കാനാണ് അല എന്ന പദം ഉപയോഗിക്കാറുള്ളത്. അള്ളയാണ് ഈ ഉപയോഗിക്കുന്നത്. KP അബ്ദുള്ളയല്ല, രാജാതിരാജനായ റബ്ബാണ് പറയുന്നത്. അല പദം ഉപയോഗിക്കുമ്പോൾ ശേഷമുള്ള വാക്കിന്റെ ഗൗരവം എത്രയുണ്ടെന്ന് മനസ്സിലാക്കാൻ അത്ര വലിയ ബുദ്ധിത്വം വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അലാ ഇന്ന ഔലിയാ അല്ലാഹുവിന്റെ ഔലിയാക്കള് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഇത് അല്ലാഹ് കൊടുത്ത ടൈറ്റലാണ്, KP അബ്ദുള്ള കൊടുത്തതല്ല. രാജാതിരാജനാറത്ത് കൊടുത്തതാണ്. അല്ലാഹുവിന് തഖ്വ ചെയ്തുകൊണ്ട് റഹ്മാനാ റബ്ബ് തന്ന കണ്ണാണ് KP അബ്ദുള്ള ഈ കാണുന്ന കണ്ണ്.
എടോ എന്റെ ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് വന്ന് ഇതുവരെ ഇതുപോലത്തെ സ്റ്റേജുകളിലും അതുപോലത്തെ അല്ലാത്ത സ്ഥലങ്ങളിലും ഈ സംസാരിക്കാൻ കഴിവ് തന്ന നാക്കുണ്ടല്ലോ, എന്റെ തറവാട് മുതലല്ല, എന്റെ ഉപ്പയിൽ നിന്ന് കിട്ടിയതല്ല, എന്റെ ഉമ്മാന്റെ മുതലല്ല, ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയതല്ല, എന്റെ രാജാതിരാജനായ റബ്ബ് തന്ന നാവാണ്, എന്റെ കണ്ണ് റബ്ബ് തന്ന കണ്ണാണ്, എന്റെ കയ്യ് റബ്ബ് തന്ന കയ്യാണ്, ഞാൻ ഈ അയക്കുന്ന ശ്വാസം റബ്ബ് തന്നതാണ്, ഞാൻ ജീവിക്കുന്നത് റബ്ബിന്റെ ഭൂമിയിലാണ്, ഞാൻ കുടിക്കുന്ന വെള്ളം റബ്ബിന്റെ വെള്ളമാണ്, ഞാൻ ശ്വസിക്കുന്ന വായു എന്റെ റബ്ബിന്റെ വായുവാണ്. വരുന്ന ആ പൈസന്റെ ഉത്തരവാദിത്വം അതേയില്ല, എന്റെ തറവാട് മുതലല്ല. ഈ കണ്ണ് തന്നത് എന്തിനാണെന്ന് റബ്ബ് പറഞ്ഞിരുന്നു. വെറുതെ എന്ന് പറഞ്ഞിട്ടേക്ക നിങ്ങൾക്ക് ആരെങ്കിലും ഇവിടെ കണ്ണ് നമ്മളെ വാപ്പാരാണ് കൊണ്ടുവരുന്നുണ്ടാ, നമ്മളെ രാജ്യത്താരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ വാപ്പ കണ്ണ് വീണ്, അല്ലെ വേറെ ആരെങ്കിലും വാങ്ങാൻ കിട്ടിയ കണ്ണ് ഇവിടെ ബഹുമാനപ്പെട്ട അയ്യൂബിൽ പറഞ്ഞ വഴി തന്നെ മൂപ്പർ കാണണമെന്ന് എന്റെ പോലെ നേരെയാണ് തന്നെ. മൂപ്പർ കാണണമെന്ന് ഞാൻ അങ്ങനെ തന്നെയാണ്. മൂപ്പരാട്ടിൽ ഞാൻ കുറെ കാലം അവിടെ പോയി ഇതാക്കി പഠിച്ചത് കണ്ടൊക്കെ. അപ്പോ ഇതൊക്കെ എവിടുന്ന് കിട്ടിയതാ, ആര് തന്നതാ, തറവാട് മുതലതൊക്കെ. ഈ നാവ് തന്ന റബ്ബ് എന്തിനടോ നാവ് തന്നെന്ന് റബ്ബ് പറഞ്ഞിട്ടില്ലേ? ഈ കണ്ണ് തന്ന റബ്ബ് എന്തിനാണ് കണ്ണ് തന്നത് പറഞ്ഞില്ലേ? ബഹുമാനപ്പെട്ട തങ്ങള് 25 ചുറ്റി നടന്നോ, ഒന്നല്ല രണ്ടല്ല സഹോദരായി ഞമ്മക്കൊക്കെയുള്ള സുഖത്തിന്റെ അറിയിച്ച് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾ ചിന്തിക്കണം. എന്റെ പ്രിയപ്പെട്ട ഉമ്മ 4 വീട് അപ്പുറം പോയിട്ട് ആ കിണറ്റിന്ന് വെള്ളം കോരിയിട്ട് ആ വെള്ളം കുടപ്പുറത്തിലാക്കിയിട്ട് ആ കുടം കുട്ടികളെ വക്കത്ത് കെട്ടുമ്പോൾ കുടം വക്കത്ത് ചെയ്യാണ്ട് ഒരു കുട്ടിയുടെ കയ്യിലും അച്ഛൻ കയ്യിലും ഒരു കുടം ഒരു കയ്യിൽ കൊടവും ഈ രൂപത്തിൽ കുടം കൊണ്ട് പോകട്ടെ വെള്ളം കൊണ്ടിരുന്നത്. ആ വെള്ളം കൊണ്ട് എന്റെ ഉമ്മ ഉപയോഗിച്ചിരുന്നത്. പ്രിയപ്പെട്ട സഹോദരി, ഇന്ന് സ്വിച്ചിട്ട് കൊണ്ട് നമ്മൾ പൈപ്പ് തിരിക്കുകയാണ്. സഹോദരിമാരെ ചിന്തിച്ചോ, ആ സ്വിച്ചിട്ടിട്ട് നമുക്ക് ബോധമില്ല. പിന്നെ കുട്ടികളെക്കാളും ചോദിച്ചാലോ കറന്നിറങ്ങാനോ പോയി. ഞാൻ പടമുള്ള പെണ്ണുങ്ങളെ പറ്റിയല്ലാത്ത പറയുന്നത്. നമ്മളെ പെണ്ണുങ്ങൾ ഇന്ത്യൻ പറ്റിയൊക്കെ ഉള്ള ഞങ്ങളെ പറ്റിയാ പറയുന്നത്. പടമുള്ള സഹോദരിമാരത്ത് ഞാൻ പോയി നോക്കിയിട്ട് അവരങ്ങനെ കുട്ടികളാണോ കുട്ടികളുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഇവിടെയുള്ള പെണ്ണുങ്ങളെ പറ്റി ആവശ്യം പറയണ്ട. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ആ വെള്ളം ഒലിച്ചു വരുന്ന വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം എവിടെ നിൽക്കുന്നതാ? ആര് വന്നതാ വെള്ളം? നമ്മളെ തറവാട് മുതല വെള്ളം. അന്തും അഞ്ചത്തുമോ ഹുസിനി അന്നഹനുൽ മുൻസിലു മുൻസിലു. എന്തോ ഒരു ഗൗരവത്തിലുള്ള ചോദ്യമാണ് അതൊക്കെ ചോദിക്കുന്നത്. എടാ നീ കുടിക്കുന്ന വെള്ളത്തെ പറ്റി ചിന്തിക്കുന്നില്ലടോ. എവിടുന്നാണ് വെള്ളം കിട്ടുന്നത് ചോദിക്കുക. എവിടുന്നാണ് വെള്ളം കിട്ടുന്നത്? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, തുറച്ചു തിരിച്ചുകാണ്ട് അല്ലെങ്കിൽ പൈപ്പ് തിരിച്ചുകാണ്ട് വെള്ളം തിരിച്ചുകൾ എല്ലാ പെണ്ണുങ്ങളായ ആണുങ്ങളായാലും ഒരൊറ്റ തുള്ളി വെള്ളം അനാവശ്യമായി കളഞ്ഞോ, റബ്ബിനോട് മറുപടി പറയേണ്ടി വരും കേട്ടോ. തറവാട് മുതലല്ല, ആദ്യക്കാരപ്പന്റെ മഹിമാവുകൊണ്ട് ഒരു നയാ പൈസ ഒരാളും കൊടുക്കാതെ റബ്ബ് തന്ന വെള്ളമാണ് മഹിമ മുതല. ആ വെള്ളം കൊണ്ട് കൂട്ടാടിയാൽ മായസറയിൽ വിടൂല.
സമസ്തന്റെ വലിയ നേതാവായ സുന്നത്ത് ജമാഅത്തിന്റെ കർശനമായ നേതാവാണ് ബഹുമാനപ്പെട്ട കുത്തുബി മുഹമ്മദ് ഉസിയാർ നവ്വറല്ലാഹു മർക്കദ. അവരെ ഹക്ക് കൊണ്ടുള്ള രണ്ട് ലോകത്തിൽ നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. മഹാനവറുകൾ ഓതുണ്ടാക്കുമ്പോ ഓത് ശരിയായിക്കണോ അല്ലെങ്കിൽ തോന്നിപ്പോയി ഞമ്മക്ക് ആ രൂപത്തിൽ പൈസ ചെയ്യും വെള്ളത്തിയത് ഒരു തുള്ളി വെള്ളത്തിലാണ് ഇങ്ങനെ കഴിച്ചില്ല. അവിടെ നിറച്ച് വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം കോരിപ്പാരില്ല. ഓരൊക്കെ ദുഃഖം കണ്ടെങ്കിൽ അത് ഇവിടുത്തെ മഹാന്മാർ ഇവിടുത്തെ എല്ലാ കാലം തന്നെ കാട്ടിക്കുന്നത്. എല്ലാരും ജീവിച്ചത് അങ്ങനെ ഇവിടെ മഹാന്മാരായ ആൾക്കാരൊക്കെ പരിശുദ്ധ ഇസ്ലാം ഈ കേരളക്കരയിലേക്ക് കൊണ്ടുവരുന്നത് ബഹുമാനപ്പെട്ട മാലിക് റളിയല്ലാഹു അൻഹു തങ്ങളാണ്. ഇവിടെ ആദ്യമായി വന്ന മുസ്ലിം ചേരാൻ പെരുന്നാളാണ്. ബഹുമാനപ്പെട്ട സഹോദരരൊക്കെ വിശദമായ സംഭവങ്ങളാണ്. മാലിക് റളിയല്ലാഹു അൻഹു തങ്ങളും തന്റെ അനുയായികളും പായിക്കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടാണ് കേരളക്കരയിലെത്തുന്നത്. ഏറ്റവും ദുഷ്കരമായ ഏറ്റവും ഭയങ്കരമായ വിഷമകരമായ യാത്രയാണ് പായിക്കപ്പലിലെ യാത്ര. അത്ര വിഷമുള്ള യാത്ര വേറല്ല. അങ്ങനെ യാത്ര ചെയ്ത് ദിവസങ്ങളോളം പായിക്കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ട് കൊടുങ്ങല്ലൂർ വന്ന് ഇറങ്ങുമ്പോ വളരെ ക്ഷീണിതനാണ്. ക്ഷീണിച്ചുകൊണ്ടാണ് വരുന്നത്. ആ സമയത്ത് അവിടെ തേങ്ങട്ടുകൊണ്ടിരുന്നിരുന്ന കുട്ടൻ എന്ന സുഹൃത്ത്, ആ കുട്ടൻ അവിടെ ഇളനീര് വെച്ചിട്ട് ക്ഷീണിക്കുന്ന ആളുകൾക്ക് ഇളനീര് വെട്ടി കൊണ്ടേ കൊടുത്തു. നോക്കണത് ഓരൊക്കെ ജീവിത രീതി നോക്കോ, ഓരൊക്കെ അവസ്ഥ ചിന്തിച്ചോ. റഹ്മാനായ റബ്ബിന്റെ കോട്ടയിൽ ചെല്ലേണ്ടി വരുമെന്ന ബോധം അവർക്കുണ്ട് കേട്ടോ. അതാ ക്ഷീണിതനായ മഹാനായ മാലിക് തങ്ങൾക്ക് ആക്ക് വെട്ടിയതായ കരിക്കിന്റെ വെള്ളവുമായിട്ട് മഹാനായ മഹാന്റെ മുന്നിലേക്ക് കുട്ടുന്ന സഹോദരൻ ചെന്നപ്പോ അവിടുന്ന് ചോദിക്കുന്നു, മോനെ മോനെ എന്റെ സുഹൃത്തേ, ഈ കരിക്ക് നിന്റെതാണോ അതോ മറ്റൊരുത്തന്റെ തെങ്ങിൽ നിന്ന് പറിച്ചു കൊണ്ടുവന്നതാണോ? നിന്റെ സ്വന്തം കരിക്കാണോ അതോ മറ്റൊരുത്തന്റെതാണോ? ക്ഷീണിച്ചുകൊണ്ട് ദാഹിക്കുന്ന നേരത്ത് അയ്യൂബിന്റെ സുഹൃത്ത് അയ്യൂബ് ഉസ്താദ് ഒരു കരിക്കിന്റെ വെള്ളം കൊണ്ടു തന്നാൽ നിങ്ങൾക്ക് എവിടുന്നത് കിട്ടിയെന്ന് ചോദിച്ചാൽ KP അബ്ദുള്ള കൊയ്വുണ്ടാവൂല. ഞാനത് വായിക്കേണ്ട അച്ഛനും അണ്ണാട്ടുകളായ മുൻകൈക്കാരം. അതാണ് എന്റെ സ്വഭാവം. മാലിക് റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന കണ്ടത് കുട്ടനെന്റെ സഹോദരൻ കൊണ്ടുപോയി കരിക്കങ്ങ് കൊടുക്കുമ്പോ, മോനെ സുഹൃത്തേന് നിന്റെ സ്വന്തം കരിക്കോ അതോ മറ്റൊരു തന്നത് പഠിച്ചു കൊണ്ടുവന്നതോ? മറുപടി നിന്റെ സ്വന്തല്ല, അവന്റെ സമ്മതത്തോടു കൂടെയാണോ സമ്മതല്ലാതെയാണോ? ആ സഹോദരൻ അപ്പ തന്നെ മൂക്കത്ത് കൈവച്ചു പോയി. വല്ലാത്ത ജീവിതം തന്നെ. ഈ നട്ടുച്ച വെയിലത്ത് വന്നുകൊണ്ട് ക്ഷീണിതനായ ഒരു മനുഷ്യന്റെ മുന്നിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ദാഹത്തിന് വേണ്ടി കൊണ്ടുപോയി കൊടുക്കുമ്പോ ഈ വെള്ളം ഹലാലോ ഹറാമോ എന്ന് ചിന്തിക്കുന്ന മനുഷ്യൻ, ഇത് വല്ലാത്ത മതം തന്നെ. പ്രിയപ്പെട്ട മുസ്ലിമേ, അങ്ങനെയാണ് ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വന്നത്. ആ കുട്ടൻ അത് മുഖേനയായി മുസ്ലിമായില്ല. ആ രീതിയിൽ ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വന്നത് അങ്ങനെയാണ്. വാട് കൊണ്ട് ഇസ്ലാം പ്രചരിപ്പിച്ചിട്ടില്ല. തീവ്രവാദം ഇസ്ലാമിലില്ല. ഭീകരവാദം ഇസ്ലാമിലില്ല. ഇങ്ങനെ മഹാന്മാരായ ആൾക്കാരുടെ ജീവിതം കണ്ടുകൊണ്ടാണ് മറ്റുള്ളവരൊക്കെ ഇസ്ലാമിലേക്ക് ആകർഷിച്ച് കടന്നു വന്നത്. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, അതാണ് ഞാൻ പറഞ്ഞത്. റഹ്മാനായ റബ്ബ് തന്ന നാവ് എന്തിനാണ് തന്നത്? ഹബീബായ നബി പറഞ്ഞത്, ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാഹ്.
ക്യാൻസർ പിടിച്ചുകൊണ്ട് മുറിച്ചണം എന്ന് പറയുമ്പോൾ ദ്വാരിക്കണമൊക്കെ അറിയാതെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതിന്റെ മുമ്പ് നോക്കണം. കാലിന്റെ മുന്നിൽ വ്യക്തമായിട്ട് മടക്കാൻ വയ്യാതെ മർദ്ദിക്കാനും ബേക്കിളം വെച്ച് എത്ര സുഖം ചെയ്തി എങ്ങായി എന്ന് അപ്പം ചോദിക്കേണ്ടി. പക്ഷെ ഉസ്താദ് ചോദിച്ചാൽ ഒരു രാജ്യത്ത് പോകേണ്ടി വരും. കണ്ണിന് കാഴ്ചണ്ടാതെയാകുമ്പോൾ ഖുർആൻ ഓതാൻ കണ്ണ് കാണില്ല എന്നാ പറയാ. ആ കണ്ണ് കണ്ടാൻ വെച്ച് എത്ര ഖുർആൻ ഓതി അവനോട് ചോദിച്ചോ കണ്ടപ്പോ ഈ തന്ന കണ്ണിന്റെ റബ്ബ് തന്നതാ. എന്തിനു തന്നോ? എന്തിനാണ് ഈ റബ്ബ് ഈ കണ്ണ് തന്നത്? ഈ തന്ന നാവ് എന്ന റബ്ബ് തന്നതാ. എന്തിനു തന്നോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, പുന്നാര നബിന്റെ റൂമിലേക്ക് ഒരു സഹോദരി കയറി വന്നു. ഒരു പെണ്ണ് പുന്നാര നബിന്റെ അടുക്കൽ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ഇരിക്കുന്നുണ്ട്. ആ സ്ഥലത്തിലേക്കാണ് ഒരു സഹോദരി കയറി വന്നത്. ആ പെണ്ണ് കയറി വന്ന് റസൂലുള്ളാഹിനോട് എന്തോ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു. പെണ്ണ് പുറത്തിറങ്ങി പോകുമ്പോൾ ആയിഷായി പറഞ്ഞു, ആദിഹി തവീരത്തുൽ ഖാമാ. സഹോദരിമാരെ ചിന്തിക്കണം കേട്ടോ, ചിന്തിക്കണം കേട്ടോ, ചിന്തിക്കണം കേട്ടോ. ഹബീബാ നബി പഠിപ്പിച്ച ദീനേതാണ്, അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ച ദീനേതാണ്, ഞാനും നീയും കൊണ്ടുനടക്കുന്ന ദീനേതാണ്. ചിന്തിക്കണം. ഓസുള്ളാവൻ പഠിച്ച ദീനേതാണ്, ഓസുള്ളാവൻ ജീവിച്ചത് എങ്ങനെയാണ്? പ്രിയപ്പെട്ട മുസ്ലിമേ, ബഹുമാനപ്പെട്ട ബീബി ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് പറഞ്ഞ ശരിയാണ്. കുറച്ച് നീളമുള്ള പെണ്ണാണ് ഈ പെണ്ണ്. ഈ പെണ്ണ് കുറച്ച് നീളമുള്ളവളാകുന്നു. ശരിയാണ്, നീളമുള്ള പെണ്ണ് തന്നെയാണ്. പുന്നാര നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖങ്ങൾ മാറിപ്പോയി. മുഖത്തിന്റെ കോലം മാറി. റസൂലുള്ളാഹി ആയിഷാവിന്റെ മുഖം നോക്കിയിട്ട് പറഞ്ഞു, ആയിഷ തുപ്പടി, ഞാൻ പറഞ്ഞ ദീപത്ത് തുപ്പടി എന്ന് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി. ആ സമയത്ത് ആയിഷ ബീവി അങ്ങ് തുപ്പിയപ്പോ സഹോദര ഒരു പച്ച മരത്തിന്റെ കണ്ടാണ് തുപ്പി. എന്തിനും ഇവിടെ പറഞ്ഞത് ആ പെണ്ണ് കുറച്ച് ദൂരമുള്ളതാണ്. ഞാൻ ഉള്ളതല്ലേ നീ പറഞ്ഞുള്ളൂ. ആയിഷ ഉള്ളത് പറയുന്നതാണ് ഈബത്ത്, ഇല്ലാത്തത് പറഞ്ഞാൽ അത് ബുഹ്തുമായി പറയാ. ആയിഷ കട്ടി പറയുക പച്ച കള്ളം എന്നാണ് പറയുക. അങ്ങനെ ഇല്ലാത്തത് പറഞ്ഞാൽ അവിടെ 3 കാര്യം വരും തൗബാക്ക്. ഒന്ന് കേൾപ്പിയുള്ള ഇവിടെ നിന്ന് അയ്യോ പോരാതെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ എന്റെ സുഹൃത്താണ്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ആ പറഞ്ഞ വാക്ക് ഈ സദസ്സിൽ എത്ര ആളുകൾ കേൾക്കുന്നുണ്ടോ? എത്ര സഹോദരിമാരുണ്ടോ? എത്ര സഹോദരങ്ങളുണ്ടോ? ഈ മൈക്കിന്റെ ശബ്ദം എവിടെയൊക്കെ കേൾക്കുന്നുണ്ടോ? അവരെ മുഴുവനും അടുക്കൽ പോയിട്ട് KP അബ്ദുള്ള ആളെന്നും പറയാൻ ഞാൻ പറഞ്ഞത് കളവാണ്. ഞാൻ ആരോടൊക്കെ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ ആരൊക്കെ കേട്ടോ ഓരൊക്കെ പോയിട്ട് പറയണോ എനിക്കില്ല പണ്ട് കച്ചൻ പറഞ്ഞാട്ടോ. അത് ഞാൻ ഓരോടൊക്കെ പറഞ്ഞിട്ട് പിന്നെ മൂപ്പരത്ത് കുറ്റപ്പിടിച്ചിട്ട് ഇന്നത്തെ തൗബ ചെയ്യണം, അപ്പോഴേ കബൂലാവുള്ളൂ. ആലോചിച്ചത് ഞാൻ സലാമത്താണെങ്കിൽ നാളെ മാസത്തിൽ പോണ്ടേ, റബ്ബിന്റെ മുന്നിലേക്ക് പോണ്ടേ, വെറുതെ വാങ്ങുമോ? ഇവിടെ ഞങ്ങള് വന്നപ്പോഴേ പിഞ്ചോര കത്ത പിന്നെന്ന്
കാട്ടം ചുമന്നോര് കൊട്ട പെട്ടാൽ നിശ്ചത്ത ചകം അല്ലോ പൊട്ട പറഞ്ഞിന്നുടൽക്ക് ബഹുമാനപ്പെട്ട നമ്മളവസ്ഥയിൽ ഇങ്ങോട്ട് വന്നപ്പോ ഉമ്മാന്റെ ഒരുപാട് വന്നപ്പോ കണ്ടു കഴിച്ച് കൂട്ടി പിടിച്ചോടും അയാ പൈസ കയ്യിൽ ഒരു പൈസ ഇല്ലെങ്കിൽ മണ്ണൂല്ലേ ഒന്നും കുറഞ്ഞിട്ടില്ല ഒരാളും കുറഞ്ഞിട്ടില്ല എന്റെ സഹോദരിമാർ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരോട് ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുകയാണ് നിങ്ങളാരെങ്കിലും പ്രസവിച്ച ഏതെങ്കിലും ഒരു കുട്ടി എന്തെങ്കിലും ഒന്ന് കുറഞ്ഞെന്ന് പറയാൻ അവകാശപ്പെടാൻ ധൈര്യമുള്ള പെണ്ണുങ്ങളുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാച്ച് ആരെങ്കിലും എന്തേ കുറഞ്ഞിട്ടോ ഒന്നും കുറഞ്ഞിട്ടില്ല ഇതൊക്കെ റഹ്മാനായ റബ്ബിന്റെ റബ്ബിന്റെ വെള്ളം തന്ന് റബ്ബിന്റെ ഭൂമിയിൽ ജീവിക്കുമ്പോ ഓൻ തന്ന കണ്ണും ഓൻ തന്ന നാക്കും ഓൻ തന്ന കയ്യും ഓൻ തന്ന കാലും എന്ത് ചെയ്യണമെന്നോ പറഞ്ഞു അതുപോലെ തന്നെ ചെയ്യാൻ പറ്റും അത് എന്നെ ഔലിയാക്കൾ അത് ചെയ്യുന്ന ആൾക്കാർ അതാണ് ഔലിയാക്കൾ ഓലാണ് ഔലിയാക്കൾ ഓല് റബ്ബിനോടാണ് പറഞ്ഞാൽ രണ്ടാം കഴിയില്ല അതെനിക്ക് ബഹുമാനപ്പെട്ട എവിടെയാ കൊണ്ട് ഓർക്കഥ മലപ്പുറം ജില്ലക്കാരി കുറെ ദൂരത്തുള്ള ആളൊന്നല്ല നമ്മളെല്ലാവരും കണ്ടാൽ വെടിയങ്കോട് മഹാനായ ഒരു കാവ്യ തങ്ങൾ വെടിയങ്കോട്ടുള്ളതായ കാരന്മാരും ഉപരികാവ്യ തങ്ങളും മാസം നോക്കാൻ കൊടുക്കും കടൽക്കാരിൽ ചെന്ന് മാസം നോക്കി മാസം കണ്ടില്ല റമദാന്റെ മാസം റമദാൻ മാസം നോക്കാൻ പോയതാ മാസം കണ്ടില്ല മാസം കാണാതെ ഉപരികാവ്യ തങ്ങൾ ആ മണലാതെ കുട്ടിനോട് പറഞ്ഞു ഉമർ വന്നത് കമറ് കാണാനാണ് കമറ് കണ്ടല്ലാതെ ഉമർ പോകൂല ഉമർ വന്നത് കമറ് കാണാനാണ് കമറ് കണ്ടല്ലാതെ ഉമർ പോകൂല കേസിയാത്തുള്ള പറഞ്ഞ് കുത്തുന്ന ആടെ കുതിർത്ത് അതാണ് ഉച്ചക്ക് കേസിയാത്തുള്ള ഞാൻ വന്നത് കമറ് കാണാനാ കമറ് കണ്ടല്ല അത്തുള്ള പോകൂല എന്ന് പറഞ്ഞാൽ അവിടെ കുട്ടികളെ ചക്കരാനായില്ല ഇന്ത്യത് ഇവിടെ എന്താ കേസുള്ളത് ഉമർകാവി തങ്ങളോടാണ് കുട്ടിരുന്നത് ഞാൻ വേണ്ടപ്പെട്ട ആൾ നോക്കിയപ്പോഴേക്കും അതാ ആകാശത്ത് ഉദിച്ചിരേ കമറ് ഇതാണ് അള്ളാന്റെ വിചാരിക്കൽ ഓർക്കുള്ള പൗരത അതെന്നെ ഓതുള്ളതാണ് മഹീദ്ദീൻ ചെയ്തോ ഇതൊക്കെ നേതാവാവുന്നതാണ് ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ അതിന് അള്ളാഹ്ക്ക് പറ്റണം അള്ളാഹ്ക്ക് പറ്റിയാൽ ഇതാക്ക് സമാനമായി കേപ്പിയത്തുള്ള പറഞ്ഞതല്ല ലോകത്തിന്റെ നേതാവായ അശറഫുൽ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ് അള്ളാഹ് തന്ന നാട് അള്ളാഹ്ക്ക് വേണ്ടി ചെലവാക്കിയാൽ അള്ളാഹ് തന്ന കണ്ണ് അള്ളാഹ്ക്ക് വേണ്ടി ചെലവാക്കിയാൽ അള്ളാഹ് തന്ന കാത് അള്ളാഹ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ചാൽ അള്ളാഹ് തന്ന കൈ അള്ളാഹ്ക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ ആ അടിമ എന്ത് അള്ളാഹ്നോട് ആവശ്യപ്പെട്ടാലും അതൊക്കെ റബ്ബ് കൊടുക്കും കേട്ടോ. ഒരു പേടി പെട്ടണ്ട അള്ളാഹ്ക്കും ഒരു കാവ്യം തങ്ങൾ ഇരുന്നാണ്ട് കവറ് കാണണമെന്നാണ് ഒരു കവറ നോക്കുമ്പോ മഹാനവർ പറഞ്ഞു ഈ കബറിന് പോൽക്കല്ല മാസം ഉത്സവം കേട്ട് നോൽ പോൽക്കല്ല ഉമർന്ന് വന്നിട്ട മാസം അതുകൊണ്ട് നാളെ നോമ്പില്ല കേട്ടോ. അങ്ങനെ അക്ഷരം പറഞ്ഞല്ലേ ഞങ്ങൾ വായക്കാട് ദാറുൽ മഹാനായ തങ്ങൾ ദർശന കാലഘട്ടം മഹാനായ ചേർക്കുമ്പോ ആ നാട്ടിൽ മഴയില്ലാതെ ആകപ്പാടെ വെള്ളം കിട്ടാതെ വിഷമിച്ചു. ആ സമയത്ത് അവിടെ ചെന്നുകൊണ്ടുവന്ന 2-3 ആൾക്കാർ 2-3 മുതലാളിമാര് യൂസുഫുൽ ബാബാന്റെ അടുക്കൽ ചെന്നുകൊണ്ട് ആവശ്യപ്പെട്ടു, ഒരു മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യണേ, മഴ വേണോ. ആളുകളൊക്കെ മഴയില്ലാതെ കുടിക്കാൻ വെള്ളമില്ലാതെ വിഷമിക്കുന്നുണ്ട്, അതുകൊണ്ട് മഴ വേണം. ആൺകുട്ടികളാണ്, ഓരൊക്കെ ആൺകുട്ടികളാണ്, ആലിമീങ്ങളായ ഓരോ മക്കളാണ്, റഹ്മാനായ റബ്ബ് ഇഷ്ടപ്പെട്ടവരാണ്. അവരെ കൂട്ടത്തോടൊപ്പം നമ്മളൊക്കെ
മാറാവട്ടെ. അല്ലാഹ് ഇബാദത്തിന്റെ ഇൽമുമില്ല. റഹ്മാനായ റബ്ബേ ഞങ്ങളെ പരാജയപ്പെടുത്തല്ല റബ്ബേ. ദുനിയാവും ആഖിറത്തും നഷ്ടപ്പെടുത്തല്ല അല്ലാഹ്. യൂസുഫിയാക്കുന്നാണ് ഞങ്ങൾക്ക് വെള്ളം വേണമെന്ന് വന്നപ്പോ നിങ്ങൾക്ക് മഴ വേണടാന്ന് ചോദിച്ചു. ആ മഴ വേണം, കൊടുക്കടാ 100 റുപ്യ. 100 റുപ്യ കാര്യത്തിലിട്ടാ. ഇന്നത്തെ 100 അല്ലത്, അന്നത്തെ 100. 100 റുപ്യ ഇട്ടാ മഴ ചെറിച്ചൊന്നും വേണ്ട. 100 റുപ്യൊക്കെ 100 റുപ്യ അന്ന് കണ്ടോലുണ്ടാവൂല. അക്കാലാണ് അന്ന് നോട്ടിന്റെ നോട്ട് കണ്ടോലുണ്ടാവൂല. അക്കാലത്താണ് ആ 100. കൊടുക്കട 100 റുപ്യ. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു സഹോദരൻ മലയാളി നോട്ടിട്ട് അപ്പം തന്നെ കഴിക്കണം. ആ ഇരുന്ന അതേ ഇരിക്കുന്നു. യൂസുഫിയ പപ്പങ്ങനെ പിടിച്ചിട്ട് ആ 100 ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, അല്ലാഹ് എന്റെ റബ്ബായ അല്ലാഹ് നിന്നെ കണ്ടാണ് ഞാൻ ഈ 100 റുപ്യ വാങ്ങിയത്. ഇതെനിക്ക് ഹലാലാക്കിക്കൊണ്ട് ഒറ്റ കാറ് പോലും ആകാശത്തില്ലേനു. അങ്ങോട്ട് കയറി കാറാട് കയറിയിട്ട് അങ്ങോട്ട് വെട്ടി വെടിയാട് വെട്ടിട്ട് അങ്ങോട്ട് വീണു. നേരെ പോലത്തെ ഇന്നെ പോലത്തെ ഹെൽത്തോട് പോയി കുത്തിക്കയറി എന്നിട്ട് അങ്ങനെ നീമത്തും വന്ന് ആ നാവുകൊണ്ട് ക്രിയാമം മാറ് വരെ അതൊക്കെ ഇതൊരു തേങ്ങ കിട്ടുക. അതാണല്ലോ മഹാന്മാർ പറഞ്ഞോണ്ടിരിച്ച് നാളെ വായിച്ചാ ലോകത്ത് രാജാതിരാജനായ റബ്ബിന്റെ മുന്നില് എനിക്കുഞ്ഞിനൊക്കെ കേടായി വരുന്നത് ആദ്യമായി നിശ്ചയം എന്റെ നിസ്കാരമാകുന്നു. കേൾപ്പിയത്തുള്ളതിന്റെ ശത്രുവായി റബ്ബിന്റെ മുന്നിൽ വരുന്നത് എന്റെ നിസ്കാരമാകുന്നു. അതിന്റെ രസം നോക്കണം. റബ്ബിന്റെ മുന്നിലാണ് പോയി നിൽക്കുന്നത്. അതുകൊണ്ടല്ല മലക്കൾക്ക് പള്ളിക്കലുമ്പോ മഹാന്മാരായ അള്ളാഹുത്താന്റെ വീട്ടിൽ കാക്കാൻ മലക്കൾ വെച്ചിട്ട് അള്ളാഹുത്താല ഇന്നെ പോലത്തെ ആൾക്കാർ ദൂരം ചെല്ലുമ്പോ മലക്കൾ നിൽക്കണവിടെ അള്ളാന്റെ വീട് നാശിയാക്കുന്ന നാശാക്കാം ആകെ നജത്താക്കാം. അവിടെ കുരുത്തം കെട്ട് മനസ്സിങ്ങനെ കൈര്യം മലക്കൾ നിൽക്കും. രാജാതിരാജായ വല്ലാത്ത കൃപയുള്ള റബ്ബല്ലേ. അടിമകളോട് വല്ലാത്ത കൃപയാണ് അല്ലാഹ്. റഹ്മാനായ റബ്ബിന്റെ ഹദ്റത്തിൽ കുത്തി നിന്ന് കരഞ്ഞോക്കിയാല് അതെ പ്രിയപ്പെട്ട സുഹൃത്ത്, രാത്രി പാതിര സമയത്ത് ഒറ്റക്ക് നിന്റെ റൂമിന്റെ ഉള്ളിൽ നിന്ന് ഒതെടുത്തുകൊണ്ട് 2 റക്അത്ത് നിസ്കരിച്ച് റബ്ബേ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ റബ്ബിന്റെ റഹ്മത്തിന്റെ കവാടത്തിന്റെ മുന്നിലിരുന്ന് ഒന്ന് കരഞ്ഞു നോക്ക്. റബ്ബിന്റെ കൃപ കാണാ. നേരം കൂർക്കം പെഞ്ചു കണ്ടവർക്കണ്ട ഒക്കെ 25 കൊല്ലം മഹാനായ ഓതുണ്ടാവുന്നതിന്റെ ചരിത്രമാണ് നമ്മൾ പറയുന്നത്. നിലവേറും ഈശാത്തോ 40 ചണ്ടോളവും സുബഹിത്തോളോതോവരെ നേരം വെളുക്കോളം നിന്ന് ഓതുള്ളവരെ കറാസ് പറഞ്ഞാൽ തീരൂല. നേരം വെളുക്കോളം നിന്ന് പറഞ്ഞാൽ തീരൂല. എന്റെ ഹാജി പറയരുത്. ഞാന് 40 കൊല്ലത്തിലധികം എന്റെ ശൈഖിനെ ചെയ്തിട്ടുണ്ട്. 40 കൊല്ലത്തിലധികം. അന്നൊക്കെ രാത്രി ഞാൻ ഉറക്കൊഴിച്ചുകൊണ്ട് നിൽക്കലാണ്. ഈ വെള്ളമൊന്നും പിടിച്ചു കൊടുക്കാൻ എന്തെങ്കിലും ആവശ്യം വരും വിചാരിച്ചാൽ എന്റെ ഉസ്താദിനിക്ക് ശൈഖിനിക്ക് വല്ല ആവശ്യവും ഉണ്ടാവോ എന്ന് കരുതി ശൈഖിന്റെ അടുക്കൽ ഞാൻ ഉറക്കു വേണ്ടിച്ചു കൊണ്ടതൊരു കാറാണ്. അങ്ങനെ ഈ
40 കൊല്ലത്തിലൊരൊറ്റ ദിവസമില്ലാതെ 40 കൊല്ലം തുടർച്ചയായി ഒരു ദിവസം ഇടപെടാതെ മഹാനായ ശൈഖ് ഇശാ നിസ്കാരം കഴിഞ്ഞാൽ ആ ഒതുവോടുകൂടെ സംസ്കരിക്കാൻ വേണ്ടി എടുത്ത ഒതുവോടുകൂടെ റൂമിലേക്ക് തന്നെ ഇബാദത്തിന്റെ റൂമിലേക്കാണ് കടന്ന് വാതിലടച്ചാൽ പിറ്റേന്ന് സുബഹിസ്കാരം കഴിഞ്ഞിട്ടല്ലാതെ 40 കൊല്ലവും പിന്നെ ഒതുവെടുക്കാൻ വേണ്ടി പുറത്തു വന്നിട്ടില്ല. ഇടയ്ക്കിടെ ഖലീഫ വരാറുണ്ട്, ഭരണാധികാരി മഹാനായ ശൈഖിനെ കാണാൻ വേണ്ടി വരാറുണ്ട്. പക്ഷേ ഫജ്റിന് ശേഷമല്ലാതെ ശൈഖിനെ കാണാൻ കഴിയാറില്ല. അതാണ് പറഞ്ഞത് നിലവേറും ഈശാത്തോളുവാലെ 40 കണ്ടോളം സുബഹി തൊഴുതോവറ് നല്ലോണം നയിച്ചിരുന്നതൊക്കെ. നമ്മളൊക്കെ ശത്രു ഒന്നാമത്തെ ഇതിന്റെ തടിയാണ്. ഈ തടി ഇതാണ് എന്റെ ശത്രു, ഒന്നാമത്തെ ശത്രു. അതിനെ നന്നാക്കി മേടിക്കണം. രണ്ടാമത്തെ ശത്രുവാണ് ശൈത്താൻ. ഈ 2 സാധനങ്ങൾ റബ്ബിന്റെ മുന്നിൽ കയറുക. ഹാരിക്കായ റബ്ബാണ് നമുക്ക് ഇതൊക്കെ തന്നത്. ചിന്തിക്കണം. എന്റെ കണ്ണിന് കാഴ്ച തന്ന റബ്ബ്, എന്റെ നാട്ടിൽ സംസാരിക്കാൻ കഴിവ് തന്ന റബ്ബ്, എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിവ് തന്ന റബ്ബ്. 10,000-കണക്കിന് റുപ്യ പൊടി കുടിച്ചിട്ട് എന്താ രോഗം തിരിയാതെ, ലക്ഷങ്ങൾ പൊടി കുടിച്ചിട്ട് രോഗം എന്താണ് തിരിയാതെ തത്തം തിരിഞ്ഞ് പായുന്ന ഒരവസ്ഥ ഇവിടെ ചില ആൾക്കാർക്കുണ്ട്. അധ്വാനിച്ചുണ്ടാക്കുന്ന കാശുകൾ മുഴുവൻ പൈസകളും പ്രിയപ്പെട്ട മുസ്ലിമെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നിന്റെ തലവേദനയാണുള്ളത്, അല്ലെ കണ്ണിന് വേദനയാണുള്ളത്, അല്ലെങ്കിൽ കയ്യിന് വേദനയാണുള്ളത്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്റെ മക്കൾക്ക് കരി വാങ്ങേണ്ടുന്ന, നിന്റെ മക്കൾക്ക് മീൻ വാങ്ങേണ്ടുന്ന, മാംസം വാങ്ങേണ്ടുന്ന, അല്ലെങ്കിൽ നിന്റെ വീട്ടിൽ ചെലവഴിക്കേണ്ടുന്ന പണം അതാ ടെസ്റ്റിന് വേണ്ടി കോടികള് പൊടിപൊടിക്കുന്നില്ല. എത്ര പൊടിച്ചു കളഞ്ഞിട്ടോ എന്താണ് രോഗമെന്ന് പഠിക്കാൻ കിട്ടാതെ നട്ടം തിരിഞ്ഞ് പായുന്ന അവസ്ഥ എത്രയുണ്ട് പ്രിയപ്പെട്ട സഹോദര, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അല്ലാഹു തന്ന ആഫിയത്തല്ലേ ഇത്. കേൾപ്പിയപ്പുള്ളക്ക് സംസാരിക്കാനുള്ള കഴിവ് എന്റെ റബ്ബ് തന്നതല്ലേ. ആ റബ്ബിന് ബോധം വേണ്ട, ആ റബ്ബിനോട് നന്ദി വേണ്ട. ഒരു കൊല്ലം ഞാന് കുപ്പൻ പൊട്ടിക്കൊണ്ടിറങ്ങു. കുപ്പേലെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മളെ പിന്നെ മറ്റേ ചോറേറ്റ പഠിമെന്ന് അതിന് പേരറിയാൻ ഒക്കെ ചോദിച്ചു ഒക്കെ പിന്നെ കൊടുത്താണ് പഠിപ്പിച്ചിട്ടുണ്ട്. അത് കുറച്ചാണ് നമ്മൾ കൊണ്ടുവരുന്നത്. കുപ്പേന്ന് ആ ബസ് കൊടുക്കി തിന്നുകൊണ്ട് ഒരു കൊല്ലം ജീവിച്ചു പോകുന്നില്ല. ഒരു കൊല്ലേ കുപ്പയെ കൂടെ അറിഞ്ഞാണ് ജീവിച്ചു. ഒരു കൊല്ലം വെറും വെള്ളം കൊണ്ട് ജീവിച്ചു. വെറും വെള്ളം, വേറെ ഒന്നും ഒന്നുമില്ല. ഒരു കൊല്ലം ഊണും കൂടാതെ, ഊണില്ല, ഉറക്കില്ല, വെള്ളമില്ല, കുടിയില്ല, ഈനില്ല, ഉറക്കില്ല. ആ രൂപത്തിൽ ഇറാഖിന്റെ ഭീഷണമായ സ്ഥലത്ത് ഞാനൊരു കൊല്ലം ചുറ്റി നടന്നു.
ചിമ്പാതെ തീരെ ഉറങ്ങാതെ ഒന്നും തിന്നാതെ ഒരു തുള്ളി വെള്ളം കുടിക്കാതെ ഓസുറവൻ ജീവിച്ചു എന്ന് മാറി പറഞ്ഞു കാണാം. എന്താണ് ബഹുമാനപ്പെട്ടവർക്ക് വല്ല വല്ല കുഴപ്പമുണ്ടോ? എന്തെങ്കിലും കിട്ടേണ്ട ആവശ്യത്തിന് വല്ല പ്രയാസമുണ്ടോ? ഒരു പ്രയാസമില്ല. കോഴിയുടെ മുള്ളോട് കൂവന്ന് ചെന്നാറ് കൂസാതെ കൂവിപ്പിച്ച് വിട്ടോ സത്ത് ജഗത്തിന് ജീവൻ നേടിച്ചോ താകും കീഴത്ത് നന്നാക്കി വിട്ടോ കനിയില്ല കാലം നീയെ കൊടുത്തോ കരിഞ്ഞ മരത്തിന്മേൽ കായാൽ നിറച്ചോർ. ചെങ്ങായെ ലോകത്ത് അള്ളാഹുതആല പഠിച്ച വടച്ചൊരച്ച ഈ ഫിലീസിന് ഓതുവാൻ വീടില്ലാത്ത ഒരച്ച ചെയ്താൽ ലോകത്തുള്ള ഭക്ഷണമാണ്. നമ്മളെ പട്ടിക്കാടിനോട് അടുത്തുണ്ട് സ്ഥലം ജമാഅത്തെ കോളേജിന്റെ തള്ളിയിലെ ശാന്തപുരത്തെ ആ കോളേജ് ജമാഅത്തെ കോളേജിന്റെ വിഭാഗത്തിൽ പേരുണ്ട്. പഴയ കാലത്താണ് സംഭവം, എപ്പോഴുള്ളതല്ല, പാടുന്നതല്ല, കുറച്ച് മുമ്പ് പറഞ്ഞ സംഭവം. ഒരു പേരുണ്ട്. ആ പേരിൽ രാത്രി ദിവസമായ അമ്മ പൊടിഞ്ഞ് വാതിന്റെ മുറ്റ തറ്റ ചെറിയ ഭയങ്കര കട്ട. ഇവരാണ് ഈ ജമാഅത്തുകാരാണ്. ഓജമാരൊക്കെ തങ്ങന്മാരൊക്കെ പോയാൽ പച്ചക്കാര് അഞ്ഞു കൂട്ടി ചെയ്യും. പച്ചടക്കാരായില്ലേ? ഇടങ്ങാറായ ദക്കായി കാട്ടിൽ പോകല്ലാതെ പിന്നെ നല്ല മറ്റേ കക്ഷിയുണ്ടാവും. ഇവരാകെ പരക്കം പറഞ്ഞ അവസാനം ചെങ്ങായി പറഞ്ഞ പൊന്നാരും ഇതൊരു കാര്യം ആ പെരക്കാരനായ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഇതൊരു കാര്യം ചെയ്യും, വെളിയങ്കോട്ടൊരു മഹാന് അവിടെ പോയിക്കോ, അയാൾക്ക് പോയാണ് കേസ് പറഞ്ഞാൽ നല്ല പരിഹാരം കാണുന്നു. ഇടങ്ങേറായി രാത്രി ഉറങ്ങാൻ കഴിയണ്ടെങ്കിൽ ഏറും കുത്തും കൊണ്ടിട്ടേ ഏറുമുത്ത് നേരത്തെക്കല്ല തന്നെ ബാതിലിനാ എറിയത്. ബാതിൽ കുത്തി കുടിച്ച അടിച്ച ഇവരെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല. ഇപ്പൊ പോയി ഇവന്റെ കൂടെ വേറൊരാൾ കൂടി രണ്ടാൾ കൂടി അടിച്ചിട്ടുണ്ട്. മഹാനാൾ കഴിക്കുന്ന തട്ടിയൊന്നും അസലാമിലേക്ക് വരാൻ പറഞ്ഞു കഴിഞ്ഞു. തരാൻ മടക്കി ശരീരത്ത ഞാൻ കേട്ടില്ല. തരാൻ പറഞ്ഞുകൊണ്ട് ഇവരാൻ ചെന്ന് ഇവരാൻ ചെന്ന് ഒന്നും പറഞ്ഞു. അതിന്റെ മുമ്പ് തന്നെ മഹാൻ ഇങ്ങോട്ട് പറഞ്ഞു, അല്ലടാ നിങ്ങൾ ഖുർആൻ പഠിച്ചിക്കണോ? ഇങ്ങോട്ടുള്ള ചോദ്യമാണ്. നിങ്ങൾ ഖുർആൻ പഠിച്ചണോ? ഒരു ഖുർആനല്ലേ പഠിച്ചുള്ളൂ, വേറൊന്നും പഠിച്ചില്ല. അപ്പൊ ഖുർആൻ പഠിച്ചിക്കണോ? ആ പഠിച്ചു, ഖുർആൻ പഠിച്ചു. എന്നാ നിങ്ങളാ പഠിച്ച ഖുർആൻ കാട്ടിത്തരാൻ പറ്റുമോ? നിങ്ങളാ പഠിച്ച ഖുർആൻ കാട്ടിത്തരാൻ പറ്റുമോ? ഇവിടെ ആരെങ്കിലും പഠിച്ച ഖുർആൻ ഇവിടെ ഈ നാട്ടിലുള്ള ആർക്കെങ്കിലും പറ്റുമോ? നിങ്ങൾ പഠിച്ച ഖുർആൻ കാട്ടിത്തരാം. അപ്പൊ ഇവരോട് ചോദിച്ചോ, ഇവർ മേമ്പട്ട് എന്തെങ്കിലും മേമ്പട്ട് വെക്കുന്നു. ഇങ്ങോട്ട് ഞാൻ നേരത്തെ ചോദിച്ചത് നിങ്ങൾ പഠിച്ച ഖുർആൻ കാട്ടിത്തരാൻ പറ്റുമോ എന്നാ ചോദിച്ചത്. അതിനെന്താ നിങ്ങൾ മേമ്പട്ട് നോക്കുന്നത്? നിങ്ങൾ പുസ്തകം ഒക്കെ കഴിക്കാറില്ലേ? ഇവിടെ ഞാൻ ഇരിക്കുന്ന സ്ഥലം അവിടെ മുസാഫ് പറഞ്ഞൊക്കെ ഇല്ല. മുസാഫിന്റെ കുടിയിലുണ്ട്, അവിടെ ഉള്ളത്. ഞാൻ അങ്ങോട്ട് മുസാഫ് ചോദിച്ചിട്ടില്ല. നിങ്ങൾ പഠിച്ച ഖുർആൻ കാട്ടി തരാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. ഇവര് നട്ടിയായി ഇതെത്താതിന് മറുപടി അറിയാം. എന്നാ എനിക്ക് ഞാൻ പഠിച്ച ഖുർആൻ കാണണോ? പിന്നെ ചോദിച്ചതാ, ഞാൻ പഠിച്ച ഖുർആൻ എനിക്ക് കാണണോ? അപ്പൊ ഇവരൊന്നും പറഞ്ഞില്ല. കാണണമെന്ന് പറഞ്ഞാൽ കാണാന്ന് പറഞ്ഞു. എന്നാ കൊടുക്കും പിന്നുണ്ട ഓന്റെ പേര് പെണ്ണ് വാങ്ങി ഒരു കല്ലാതും കണ്ടും കൊണ്ടാ കല്ലാതും കണ്ടും വാങ്ങി. എന്നിട്ട് പറഞ്ഞു, ഞാനേ നിന്റെ അടുത്തുനിന്ന് ഒരു കടലാസും കണ്ടും പെണ്ണും വാങ്ങിയത് നിന്റെ അടുത്ത് കടലാസും പെണ്ണും ഇല്ലാത്തത് കൊണ്ടല്ല. കടലാസ് പെണ്ണും കെട്ടുണ്ട് ആണെങ്കിൽ ഒരു കണ്ണം കടലാസും ഒരു പായി കടലാസും 2 പായി കടലാസും ഒക്കെ എന്റെ അടുത്ത് എടുക്കാണ്ട്. പക്ഷെ ഞാൻ എടുക്കാത്തവരേക്ക് ഞാൻ ഒരു കടലാസും പെണ്ണും എഴുതി അഞ്ച് പറയാൻ കണ്ടാണ് ജാലവിദ്യാണ്. അതിലെന്തൊക്കെ പിന്നെ മറ്റേ ചെയ്താനെ സേവിച്ചതാണ്, മറ്റേ സേവിച്ചതാണ്, അവിടെ സേവിച്ചതാണ് പറയും. അഞ്ചത്തുള്ള കടലാസും പെണ്ണും ഒരു തേങ്ങ എഴുതിക്കല്ലോ. അന്റെ കണ്ട
പോയിക്കോ. ആ പെണ്ണുകൊണ്ട് കടലാസിൽ എഴുതിക്കൊള്ളുന്ന ആരുടെ കൊല്ലാന്ന് പറഞ്ഞ് അള്ള പറയാ കൊള്ളുന്ന അള്ളാഹ് പറയാണ് ഞമ്മള് പറഞ്ഞു. ആരാ ഞമ്മള് പറഞ്ഞ അള്ള പറഞ്ഞു. അള്ള പറഞ്ഞാൽ കേൾക്കാത്ത ഏതെങ്കിലും സാധനം ഭൂലോകത്തുണ്ടോ? അള്ളാന്റെ കബറിലുണ്ടോ? അള്ള പടച്ച കൂട്ടത്തില് അള്ള പറഞ്ഞാൽ കേൾക്കാത്ത ഏതെങ്കിലും ഒരു സാധനമുണ്ടോ? ഒന്നുമില്ല. അള്ള പറഞ്ഞാലും അള്ള പറയാ. എന്താ പറഞ്ഞത്? നിധിയാണ് വിളിച്ചാലുള്ള ഒരാളെ വിളിച്ചാൽ അള്ള വിളിച്ച കേൾക്കാത്ത ഒളിയക്കാത്ത സാറുണ്ടോ? അള്ള വിളിക്കാണ് ഇതിനോടുകൂടെ ആ കടലാസങ്ങൾ കത്തി. കടലാസാണ് കൊത്തി കത്തി കണ്ടത്. ഞാൻ പഠിച്ചതാണ്. ഞാനാറൂന്ന് വിളിച്ച് അവിടെ വിളിച്ച തീയെ അപ്പ തീയെന്ന് വന്നോ. കടലാസാണ് കത്തിയപ്പോ മൂപ്പര് പറഞ്ഞു ഇത് ഞാൻ പഠിച്ച ഖുർആനാണ്. എടോ ഞാൻ വളരെ സാധുവാണ്, മോശപ്പെട്ടവരാണ്, പാപിയാണ്. മഹാനായ ചവിട്ടിയതായ ആ ചവിട്ടിയ കാലിന്റെ ചോട്ടിലുള്ള മൺതരിക്ക് ഞാൻ കടയാറുകയില്ല. ഓതുള്ളവന്റെ കാലിന്റെ ചോട്ടിലുള്ള മൺതരിക്ക് ഞാൻ കുടയാൻ പറ്റൂല. അതിനോട് കണ്ടുപിടിക്കാൻ പറ്റൂല. അത്ര മോശപ്പെട്ടവനാണ് ഞാൻ. എടോ ആ ഞാൻ പഠിച്ച ഖുർആനാണ് ഈ കണ്ടത്. അപ്പൊ ഓതുള്ളാതെ പഠിച്ച ഖുർആനിന്റെ ശക്തി എന്താണോ? എന്റെ വീട്ടിലുള്ളതാ ഉപദ്രവം നീങ്ങളോ? ഓതുള്ളാതെ വരണം. സർവ്വീലാതിൽ നീലാതി സാക്കിനോ അള്ളം താതിൽ കബിരി സാധനമാക്കിനോ യസൂറുഹു കുല്ലു മുസ്തഖിറനാക്കിനോ ഫീ ബൈതിഹി ഖദിയുലാ കൈമുഹിയത്തീനി. ഇത് കേൾപ്പിയെന്ന് പറഞ്ഞതല്ല. ഞാനേ പറഞ്ഞു ഒരാൾക്ക് കൊണ്ടല്ലോ ഞാൻ രക്ഷപ്പെടുത്തുമാറാവട്ടെ. ആരാ സർവ്വതായി മലക്കത്തെ മഹാൻ. ഈളക്കര പള്ളിയിൽ പോയി കണ്ടവരുണ്ടാവും. ഇവിടെ നമ്മൾ ഏർവാടി പോയിട്ടില്ലേ? ഓമങ്ങളുടെ പള്ളി കാണാം. കീഴക്കര പള്ളി. ആ കീഴക്കര പള്ളി പോയി നോക്കട്ടെ. കരിങ്കല്ലിന്റെ പള്ളിയാ. ആ കരിങ്കല്ലിന്റെ പള്ളിയാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി ദർശിയത്. ആ ദർശനം നടത്തുമ്പോ കരിങ്കല്ല് ഉരുക്കിങ്ങനെ ഒലിച്ചിരുന്നു. ഖുർആന്റെ ഹർക്കത്തുകളെ കണ്ടിട്ട് കരിങ്കല്ല് ഉരുക്കി ഒലിച്ചിരുന്നതാണ് റസൂലുള്ളാഹി ഖായിരി. അവിടത്തെ ദർസ് കേൾക്കാൻ മലായികത്ത് ഇറങ്ങി വന്നിരുന്നു. ചെറിയ സംഭവം ഞാൻ പറഞ്ഞു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയുടെ മധുരന്ന നേരം കൊടുക്കുവാന്ന് പറയുന്നത്. റസൂലുള്ളാഹി റളിയല്ലാഹു ദർശനത്തുമ്പോൾ കുട്ടിയെങ്ങനെ ചൊല്ലി കൊടുക്കുമ്പോൾ കുട്ടികൾ വന്ന് ഓടാൻ വന്നിട്ടില്ല. കൊത്തുമ്പോൾ പരിചയമില്ലാത്ത ഒരാൾ കൂട്ടത്തിൽ വന്നിരുന്നു. പരിചയമില്ലാത്ത ഒരാൾ വന്നിരുന്നു. ദർസ് കേട്ടു. ദർസ് കഴിഞ്ഞു. കുട്ടിയെക്കറിയിൽ ആരായി വന്നാളും കുട്ടികൾ ദർസ് കഴിഞ്ഞാൽ ഉസ്താൻ മുന്നിൽ വെച്ച് പാതന്റെ അപ്പുറത്ത് പോയി മാറിങ്ങാണ് വന്നുകൊണ്ട് എന്തായി മത്സ്യം വന്നിട്ട് ഏതായി മത്സ്യം എത്താതിന്റെ ആവശ്യം അറിയാൻ വേണ്ടിയിട്ട് കുട്ടികൾ മാറിയൊന്നും പോയില്ല. ആ കുട്ടികൾ നേച്ചു പോയതിനു ശേഷം ഈ വന്ന ആള് അസ്സലാമു അലൈക്കും സലാം പറഞ്ഞ ബഹുമാനത്തോടുകൂടെ
ഈ വന്ന ആള് സർവ്വവായുമായി തങ്ങളോട് സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും. സലാം പറഞ്ഞ മഹാനായ സർവ്വവായുമായി തങ്ങൾ സലാം മടക്കി. സലാം മടക്കിയിട്ട് പറഞ്ഞു, മീകായിലേ. വന്നത് മീകായിലാണ്. മീകായിൽ അലൈഹിസ്സലാമാണ്. മഴ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കാണ് മീകായിലേ. ജനങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല മീകായില്. വെള്ളം വളരെ വിഷമത്തിലാണ്. കൃഷി മുഴുവനും ഉണങ്ങിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് മഴ വേണം. ഇപ്പൊ തന്നെ മഴ പെയ്യിപ്പിക്കണം കേട്ടോ. ഇതൊക്കെ ആൺകുട്ടികൾ മഴ കിട്ടും. വെള്ളമാണെങ്കിൽ വെള്ളം കിട്ടും. പൊന്നാണെങ്കിൽ പൊന്നും കിട്ടും. ചോറാണെങ്കിൽ എന്താ വേണ്ട ഓന്റെ കല്യാണം നടത്തിയായി. ആ നടത്തുണ്ട്. ഞങ്ങൾക്കൊക്കെ ചോറ് ചോദിച്ചു വരി നന്നാക്കി വരില്ല. ഒരു നയാപരി വരില്ല. നിങ്ങൾക്കൊക്കെ വെള്ളം നന്നാവുക വരില്ല. അടുത്ത് നോക്കിയാ അപ്പൻ്റെ അടുത്ത് അടുത്ത് നോക്കി. അപ്പൻ കാണാൻ എന്റെ പോലെ എങ്ങനെയാണ്. മഹാനായ തങ്ങൾ ഈ കഴിഞ്ഞിട്ട് മഴ വേണമെന്നാണോ ഈ കഴിഞ്ഞ പറഞ്ഞു. മഴ പെയ്യിപ്പിക്കാൻ മോളൊന്നും ഓടറില്ല. മോളൊന്നും ഓടറില്ല. ഓടറില്ല. ഓർഡറില്ല എന്ന് പറഞ്ഞ് കുത്തിരിക്കലല്ല. ഓർഡർ വാങ്ങിയാണ് പെയ്യിപ്പിക്കലാണ്. ഓർഡർ ഇല്ല എന്ന് പറഞ്ഞിരിക്കലല്ല. ഓർഡർ വാങ്ങിയാണ് പെയ്യിപ്പിക്കലാണ്. പിന്നെ മറുപടി ഇല്ല. പിന്നെ എങ്ങോട്ടൊന്നും പറഞ്ഞില്ല. അസ്സലാമലൈക്കും സലാം പറഞ്ഞു. ഈ കായിലെ സ്ഥലം വിട്ടു. പപ്പനെ കാണാതെയായി. ഉടം പെയ്തു മഴ. ഇതൊക്കെ ആൺകുട്ടിയാണ്. മൂപ്പരാണ് കുത്തിക്കത്ത് ഉണ്ടാക്കിയത്. മൂപ്പരാ ആ കാര്യം മൂപ്പര് പറഞ്ഞിട്ട് شربت جيلان بالميلاد ساكنه علمت بالقبر بغداد مماكنه يزوره كل مشتاق ولكنه في بيته قد يدعى في محيي الدين. شربت جيلان بالميلاد അങ്ങേ പ്രസവിച്ചത് ജീലാൻ എന്ന രാജ്യത്താണ്. അതുകൊണ്ട് ജീലാൻ ശരഫാക്കപ്പെട്ട ഭൂമിയാണ്. രാജ്യം ഞങ്ങൾ കബറൊക്കെ അങ്ങയുടെ കബറ് ബഗ്ദാദിലാണുള്ളത്. അതുകൊണ്ട് ബഗ്ദാദ് ശരഫുള്ള ഭൂമി തന്നെയാണ്. യദൂറുഹു കുല്ലു മുസ്താഖിൻ. അങ്ങേ പ്രേമിക്കുന്ന ആൾക്കാരൊക്കെ അവിടെയൊക്കെ വിചാരത്തിന് വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എവിടേക്ക്? ബഗ്ദാദിലേക്ക്. യാതൊരു ബഗ്ദാദിക്ക് പോകണുണ്ട്. ഉറുദാദിനെ കാണാൻ. എന്നാ ബഗ്ദാദിക്ക് പോണ്ട. ഓതുല്ലാദിനെ കാണാൻ ബഗ്ദാദിക്ക് പോണ്ട. മഹാനായ സദഖത്തുല്ലാഹി തങ്ങൾ പറയുമ്പോ ഈ ബൈത്തിഹി ഖദിയുലാത്തി. എടോ ബീരാന്റെ പോണ്ട, ബഗ്ദാദ് പോണ്ട. നിന്റെ വീട്ടിൽ വെച്ച് തന്നെ ഓതുല്ലാദിനെ കാണാനേ ബഗ്ദാദിക്കും ബീരാനിക്കൊന്നും പോണ്ട. നിന്റെ വീട്ടിൽ വെച്ച് കാണാം. പല നീലത്തിന്നോ എന്നെ വിളിപ്പോർക്ക് വായുടാവുത്തീരം ചെയ്യും ഞാനെന്നോ. പല നീലത്തിന്നോ എന്നെ വിളിപ്പോർക്ക് വായുടാവുത്തീരം ചെയ്യും ഞാനെന്നോ. ഒന്നാമതായി ഞാൻ എടപ്പാൾ തീർച്ചയായും എടപ്പാള് എന്ന് പറഞ്ഞ സ്ഥലത്ത് എടപ്പാൾ അങ്ങാടിയിലെ പള്ളിയിൽ ഞാൻ ദിവസത്ത് മുതിരിസാവുമ്പോ മൂപ്പരിപ്പോഴും ഹയാത്തിലുണ്ട്. മൂപ്പര് മരിച്ചിട്ടില്ല എന്നാണ് ഞാൻ കഴിഞ്ഞല്ലല്ല അതിന് മുമ്പത്തെ കൊല്ലം റമദാനിലാണ് അതിന് വന്നപ്പോ മൂപ്പരുണ്ടാവുക. ഞാൻ മരിച്ചതായിട്ട് അറിഞ്ഞിട്ടില്ല. പോയി ചോദിച്ചാൽ നമുക്കൊക്കെ അറിയാം.
അധ്വാനിക്കും. 2 മക്കൾ വിദേശത്തുണ്ട്. മഹാനായ ഓതുല്ലാഹ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഫീ ബൈത്തി ഖദിയുലാക്കി. മഹാനായ ഖൽബുല്ലാഹി പറയാൻ എൻ്റെ വീട്ടിൽ ബഹുമാനപ്പെട്ട ഓതുല്ലാഹ് വന്നു. ഖൽബുല്ലാഹിന്റെ മുന്നിൽ വന്നു ഓതുല്ലാഹ്. എന്നിട്ട് എന്നോട് കുത്തിയത് ഉണ്ടാക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഓതുല്ലാഹ് വന്നാൽ ഉണ്ടാക്കാൻ പറഞ്ഞ് ഉണ്ടാക്കിയതാണ് കുത്തിയത്. എന്റെ വകയായിട്ട് ഉണ്ടാക്കിയതല്ല. എന്റെ വീട്ടിൽ മഹാനായ ഓതുല്ലാഹ് വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എന്റെ ഉപ്പാപ്പയായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരുപാട് മധുരം ഞങ്ങൾ രചിച്ചുവല്ലോ, അത് എന്റെതും ഒന്ന് രചിക്കണേ എന്നോട് ഓതുല്ലാഹ് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ കുത്തിയത്തുണ്ടാക്കുന്നത്. മഹല്ലാണ് ചെല്ലി കൊടുക്കുന്നത്. 3-4 കുട്ടികളെന്റെ മുന്നിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് ചെറുതാക്കിക്കൊണ്ടിരിക്കുമ്പോ അദ്വാജി കയറി വന്ന് കരഞ്ഞുകൊണ്ടാ വന്നത്. വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ വേജാറിലാണ് പെരക്കാർ കുട്ടി അവർക്ക് ശരീരം തന്നെയില്ല. ആ ഗൾഫിലുള്ള കുട്ടി രാത്രി അവരൊന്നും ഉറങ്ങുന്നില്ല. പോലെ ഉറങ്ങാതെ എന്താ ഒരു പേര് അറിഞ്ഞ ഒരു സാധനം മേത്ത് കൂടെ പടം പൊന്തിയിട്ട് ആകെപ്പാടെ തഞ്ചാലെടുത്തിട്ട് രാവും പകലും ഉറക്കില്ലാതെ അങ്ങോട്ട് കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയം വീട്ടിലേക്ക് വിളിച്ചു വന്ന പെണ്ണുങ്ങളെടുത്തൊക്കെ കിട്ടിയിട്ട് ആകെപ്പാടെ വേജാറിലാണ്. എന്താ ഒരു പരിഹാരം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക? അവൻ ഇപ്പൊ അള്ളാഹുത്താന്റെ കള്ളാല്ലേ നമ്മൾ റബ്ബിനോട് പറഞ്ഞു നോക്കുക. മഹാനായ ഓതുല്ലാഹ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു പറഞ്ഞു, ഉയർന്ന സ്ഥലത്ത് നിങ്ങൾ എന്റെ മുരീദ് എവിടെയെങ്കിലും എതിർക്കുന്നുണ്ടെങ്കിൽ വേജാറുണ്ടെങ്കിൽ എന്നെ വിളിച്ച് ഞാനവിടെ വരും. ഏത് കെണിയതക്കാർ എന്ത് കെണി കളിച്ചിട്ടുണ്ടെങ്കിലും, ഏത് മൂർത്തിയാവട്ടെ, ഏത് വലിയ മൂർത്തി വരട്ടെ, ഓതുല്ലാഹുവിന്റെ മുന്നിൽ ആ മാപ്പായ പാക്കാൻ പോക്ക ഇയാൾ പറഞ്ഞാൽ തന്നെ, എടാ നിന്റെ വീട്ടിലെ ചെറു നീങ്ങളോ ഓതുല്ലാഹം വരണം കേട്ടോ, അവിടേക്ക് നിന്റെ വീട്ടിലേക്ക് ഓതുല്ലാഹ് വരാൻ പറ്റൂലല്ലോ, പോരാ പുറത്ത്. അന്റെ വീട്ടിൽ ഓതുല്ലാഹ് കൂട്ടാൻ പറ്റുമോ? പറ്റൂലല്ലോ. ഈ ജമാഅത്താരല്ലേ, പോടാ പുറത്ത് എന്ന് മറുപടിയതാ. അന്റെ വീട്ടിൽ ഓതുല്ലാഹ് വരണം. ഓതുല്ലാഹ് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ചെറു നീങ്ങുള്ളൂ. അതിന് ഓതുല്ലാഹിന്റെ വരിക്ക് വരാൻ പറ്റില്ല, പോടാ പുറത്ത്. ആരാ ഓതുല്ലാഹ്? ജിന്നൊരു പൈതലെ കൊണ്ടുപോയി വിട്ടാര്, ജിന്നെ വരുത്തിയിട്ട് അതിനെ കൊടുത്തോവർ. ജിന്നൊരു പൈതലെ കൊണ്ടുപോയി വിട്ടാര്, ജിന്നെ വരുത്തിയിട്ട് അതിനെ കൊടുത്തോറ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു നല്ല മട്ടത്തിൽ ഇഖ്ലാസോടുകൂടി അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ അള്ളാഹുവിന്റെ മഹാന്മാരായ മലായിക്കത്തിന്റെ ജറകൊണ്ട് പൊട്ടിയുമാറാവട്ടെ. അള്ളാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കളുടെ അറുവാഹിക്ക് നമ്മുടെ സദസ്സിൽ ആഗ്രഹമാറാവട്ടെ. ദുആക്ക് ജാബത്തുള്ള സദസ്സായി നമ്മുടെ സദസ്സിൽ നമ്മളെ കബൂലാക്കുമാറാവട്ടെ. ഓതുല്ലാഹ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ ഹുദൂറുള്ള സദസ്സായി നമ്മുടെ സദസ്സിൽ നമ്മളെ കബൂലാക്കുമാറാവട്ടെ. അതുകൊണ്ട്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പുണ്ടായാൽ ഉപ്പിനെ പറ്റി പറഞ്ഞാൽ 5000 ഉപ്പാട് ഇപ്പോൾ പെണ്ണുങ്ങളായിട്ട് നമ്മൾ ഉണ്ടാവില്ല. നമുക്ക് ചെയ്യാതെ അതേ നമുക്ക് ശരിയുള്ളൂ. പെണ്ണെ വല്ലാതെ നമ്മൾ പ്രേമിച്ചാൽ അത് ഞാൻ പറയുമ്പോൾ ഒമ്പിലേക്ക് കടന്നാൽ പിന്നെ അങ്ങനെയാണ് പോകുന്നത്. ഞാനിപ്പോൾ ഏതായാലും പയ്യൻ കിടക്കില്ല. ഏതായാലും റസൂലിനുള്ള സ്വന്തം മനസ്സിൽ വെച്ചിട്ട് ഇതോടുകൂടെ കൽമോടുകൂടെ 5 വട്ടം സ്വലാത്തിയുണ്ട്. അള്ളാഹു തആല കബൂലാക്കുമാറാകട്ടെ. ഈമലു ഫസയറല്ലാഹു അമലക്കും വറസൂലും. ഖുർആനാണ് ഇത്. ഖുർആനാണ്. അടിയുറച്ച് വിശ്വസിച്ചവരാണ് ഞങ്ങൾ. അള്ളാഹ് പറഞ്ഞു ഈമലു, നിങ്ങൾ സലാത്തും ദിക്റും നിസ്കാരും സദഖയും വേറുള്ള നല്ല കാര്യങ്ങൾ ചെയ്തോളി നന്നാക്കി. ഫസയറല്ലാഹു അമലക്കും വറസൂലും. നിങ്ങൾ ചെയ്യണതൊക്കെ അള്ളാഹു റസൂൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. റസൂലുള്ള റൗള ശരീരത്തിൽ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. അതുകൊണ്ട് നമ്മൾ സ്വലാത്താണ് ശരീരത്തെ പുന്നാര നബി നമ്മളെ തിരിഞ്ഞു നോക്കട്ടെ. റസൂലുള്ളാഹിന്റെ ഹുദൂറുള്ള സദസ്സായി നമ്മുടെ സാധ്യതയുള്ള കബൂലാക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, പുന്നാരന്റെ റൗളയിൽ കവാടത്തിലേക്ക് തുറക്കണം. പുന്നാരന്റെ റൗളയിൽ ഒരു കവാടം തുറന്നുകൊണ്ടാണ് ഹബീബായ നബിക്ക് കാണിക്കണം. ഞങ്ങളെ ഈ രക്ഷപ്പെടുത്തണം. ദുനിയാവിൽ മാർഗത്തിൽ രക്ഷിക്കണം. യാത്രപ്പെടുത്തണമെന്നാണ് ലോകത്തുള്ള പരസ്യമായ അവസരങ്ങൾ മറ്റും നടത്തിയിട്ട് ആലപ്പാട് ഞങ്ങളെ മക്കൾക്ക് ഒരുത്തല്ല, ബന്ധപ്പെട്ടവർക്ക് ഒരുത്തല്ലവല്ല. രീതിയിലുള്ള പരീക്ഷണങ്ങളെ തൊട്ട് മക്കളെയും ബന്ധപ്പെട്ടവരെയും ദുനിയാവിലും ആഖിറത്തിലും നീ രക്ഷിക്കണേ അല്ലാ. ചെല്ലിക്കോ, ഉറക്കത്തന്നെ ചെല്ലിക്കോ. റസൂലുള്ളാഹിയുടെ സലാത്താണ്. റസൂലുള്ളാഹിനെ കടന്ന് സന്തോഷിക്കട്ടെ. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ വാതില് തുറക്കപ്പെടട്ടെ. റഹ്മത്തിന്റെ മലായിക തട്ടിയായി നമ്മുടെ സദസ്സിലിറങ്ങട്ടെ. പറഞ്ഞതൊക്കെ നമുക്ക് തോണ കിട്ടില്ല. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. അർഹമുർറാഹിമായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ, ഞങ്ങൾ ദോഷികളായതുകൊണ്ട് മോശക്കാരായതുകൊണ്ട് എന്റെ വഴക്കുകളൊക്കെ ദോഷികളല്ലാത്ത ദോഷ ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ പടച്ചു. എന്റെ അമ്പിയാത്ത ഈ കാത്തു കാലിക്കാരമ്പേ, ഞങ്ങൾക്ക് യാതൊരു രക്ഷയുമില്ല. നിലയില്ലാത്ത വെള്ളത്തിൽ മുങ്ങി പൊന്തുകയാണ് റഹ്മാനേ. മഹളായ പതിന് കൊണ്ട് ഈ സലാത്തുകളെ നീ കബൂലാക്കണേ തമ്പുരാനെ. എന്റെ മലായികത്തിന്റെ സലാത്തോട് കൂടെ സ്വീകരിക്കണം റഹ്മാനെ. ഹബീബായ മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളയിലേക്ക് നേരെ എത്തിക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ട മുസ്ലിമേ, പുന്നാര നബി നമ്മളെ വല്ലാത്ത ഹുബ്ബുള്ള പുന്നാര നബിയാണ്. വഫാത്തിന്റെ സമയത്ത് എന്റെ സമുദായം എന്ന് പറഞ്ഞ് ആ മലായികത്തിന്റെ മുന്നിൽ വെച്ച് കരഞ്ഞ നബിയാണ്. പരപ്പുറത്തുള്ള ശുഹദാക്കള് 7 ദിവസം ഒരു തുള്ളി വെള്ളം കിട്ടാതെ പള്ളിന്റെ ഉള്ളിൽ കടന്ന് വിഷമിച്ച് ആ സൗദിലേക്ക് വരുന്ന വെള്ളത്തിൽ പോലും ചാണകം കലക്കിയിട്ട് ഉപയോഗിച്ച്
ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിലായി 48 മുസ്ലിമീങ്ങള് 7 ദിവസം ഒരു തുള്ളി വെള്ളം കിട്ടാതെ വിഷമിച്ചു. പ്രിയപ്പെട്ട മുസ്ലിമ്, 8ാമത്തെ ദിവസം ആ പള്ളിന്റെ ഉള്ളിൽ കടന്ന് ഷഹീദാകുമ്പോൾ മദീനയിൽ കടക്കുന്ന ജമ്പട നേതാവ് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി. നന്നാക്കി ചൊല്ലിക്കോ സ്വലാത്ത്. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി മലപ്പുറത്തുള്ളതായ സ്വഹാബാക്കൾക്ക് മദീനയിലെ റൗളയിൽ നിന്ന് വെള്ളം കൊടുത്തില്ലേ? നോയിക്കൊണ്ടിരിക്കുകയാണ് ഈ മരു വസയല്ലാഹുബലക്കും റസൂലും അതിന്റെ റസൂലിനെ നോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചെയ്തോ, നന്നാക്കി, നല്ല പണിയെടുത്തോ, നിങ്ങൾ ചെയ്യണമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ സമുദായത്തിൽ നിന്ന് ഖൈറിനെ കണ്ടാൽ ഹബീബുല്ലാഹ്, എന്റെ സമുദായം നല്ല ചെയ്യണം, ഞാൻ കേൾപ്പിയേക്കുള്ള നല്ല ചെയ്യുന്നത് കണ്ടാൽ ഹബീബുല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലുള്ളാഹിയെ സ്തുതിക്കാൻ അൽഹംദുലില്ലാഹ്, എന്റെ സമുദായത്തിലുള്ള ആ ചങ്ങായി നന്നായല്ലോ എന്ന കാര്യത്തിൽ അള്ളാഹു സ്തുതിക്കാണ്. നേരെ മറിച്ചാണ് ഞാൻ കണ്ടതെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹ്, ഞാൻ പൊറുക്കലിനെ തേടുന്നതാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഞാനൊരു ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ സമുദായം നാളെ വേഷണയിൽ പരാജയം പടങ്ങുന്ന ഉദ്ദേശമാണ് റസൂലുള്ളാഹിക്കുള്ളത്. ഞമ്മക്ക് ആ ബോധമുണ്ടോ പ്രിയപ്പെട്ട മുസ്ലിമേ? ഞമ്മക്ക് ബോധമുണ്ടോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഹബീബായ നബിയോടുള്ള അങ്ങേയറ്റത്തെ പ്രേമം നമ്മളെ കൽപ്പിലുണ്ടാവണം. തങ്ങൾ തന്നെ അങ്ങനെ തന്നെയാണ്. അൻതൽ ഖലീഫത്തുലീ, ബഹുമാനപ്പെട്ട നബി തങ്ങൾ ഉള്ളതോട് പറഞ്ഞത്, മോനെ നീ എന്റെ ഖലീഫയാണ് മോനെ. ഭൂമിയാതിയെ ഞാൻ ദീനെ നടത്തുവാൻ വേദാംബർ തമ്മോട് ആള് ഞാനെന്നോവർ. വേദാമൃതം കൂടെ ആള് ഞാൻ അപ്പൊ അതിനെ വന്ന എന്റെ വരിക്ക് ഓതുതാവ് വരണം, എന്റെ വരിയുടെ ഓതുതാവ് വരണം. അതാണ് ഞാൻ ആദ്യം ആ വരി ഇബ്ലീസ് ഫാദർ പൈതലെ കൊണ്ടുപോയി വിട്ടാരെ ജിന്നെ വരുത്തിയിട്ട് അതിനെ കൊടുത്തോവർ. മഹാനായ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാം, എന്റെ മോള് ഫാത്തിമ 14 വയസ്സാണ്. മോള് ഫാത്തിമ സുന്ദരിയാണ്, കാണാൻ തന്നെ ചെറുപ്പുള്ള പെൺകുട്ടിയാണ്. മോളെ കെട്ടിയിട്ടുള്ള കന്യക പെൺകുട്ടിയാണ്. 16 വയസ്സ് പ്രായമാണ്. എന്റെ മോള് ഒരു പ്രാവശ്യം എന്റെ പെരന്റെ തട്ടിന്റെ മുകളിലേക്ക് കയറിപ്പോയത് കണ്ടിട്ടുണ്ട്. പോയ ശേഷം പിന്നെ കാണാതെ മോള് എന്റെ മോൾക്ക് കയറി തട്ടിന്റെ മോൾക്ക് കയറിപ്പോയപ്പോ കണ്ടു, പിന്നെ കണ്ടില്ല, മോളെ കാണാനില്ല. ആകെ അന്വേഷിച്ച് കൊടുത്തല്ല, എവിടെ പോയി യാതൊരു കൊടുത്തില്ല. മരന്റെ മോളത്ത് കീഴ്പട്ടിറങ്ങിയത് കണ്ടുവരില്ല. അവസാനം ഞാൻ മഹാനായ ശൈഖ് വഹിയുദ്ദീൻ റളിയല്ലാഹു അൻഹു തങ്ങളടുത്ത് ചെന്ന് കേസ് പറഞ്ഞു. എന്റെ മോള് ഫാത്തിമാനെ കാണാനില്ലെന്ന് കേസ് പറഞ്ഞപ്പോ മഹാനായ ശൈഖ് എന്നോട് പറഞ്ഞു, മോനെ കറുഹ് എന്ന സ്ഥലത്ത് പോയിട്ട് 5-ാം കുന്ന് എന്ന സ്ഥലം, അവിടെ വളരെ വിജയമായ സ്ഥലം, ആരും താമസിക്കാറില്ല, അവിടെ ആരും യാത്ര ചെയ്യാറില്ല, വിജനമായി ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലമാണ്. ആ 5-ാം കുന്നിൽ പോയി ഇരിക്കണം. അവിടെ ഇരിക്കുമ്പോൾ രാത്രി ഇരുമുത്തിയാൽ ശൈത്താനാര് ുമറ 5-ാം കുന്നിൽ പോയി
നിൽക്കുമ്പോ എന്ത് ചെയ്യണം ഈ ഹബീബായ നബിസല്ലല്ലാഹു പറഞ്ഞതുപോലെ ജിന്നില് റസൂലുള്ളാഹി പോകുമ്പോ ഒപ്പം പോയത് അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങളാണ്. അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരന്മാരെ അവസരമായി ഞാൻ പറയട്ടെ, എല്ലാ വീടുകളിലും എല്ലാ പള്ളികളിലും എല്ലാ സ്ഥലത്തും അദ്ദാദ് നടപ്പാക്കണം. അദ്ദാദ് എല്ലാവർക്കും ചെല്ലണം. പെണ്ണ് സഹോദരിമാരെ ചെല്ലണം. ടിവിയും ഈസിയാറും എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുടെ അവസരമായി പറയാണ്. റബ്ബ് തന്ന ആഫിയത്താണ് ഞങ്ങൾക്കുള്ളത്. അള്ള തന്ന ആഫിയത്താണ്. ആ ആഫിയത്ത് കൊണ്ട് പന്താടല്ലേ. അതുകൊണ്ട് പന്താടി കളിക്കണ്ട. പെണ്ണ് ഇവിടെ കണ്ടത് എനിക്കറിയില്ല, ഇവിടുത്തെ ഞങ്ങൾക്കറിയില്ല. ചെറുപ്പക്കാർ കുട്ടികൾക്ക് ഒരു മൊബൈലാണ് താഴെ, അല്ല ടിവിയിലാണ് താഴെ. സുബ്ഹാനല്ലാഹ്, എനിക്ക് അതിനെ പറ്റി ഒന്നും ചെയ്യില്ല. അതിന്റെ പേരും അറിയാത്ത പേടിച്ചു നൊക്കാടുത്തു എന്നൊക്കെ പറഞ്ഞാൽ എന്നിട്ട് അതിങ്ങനെ ഇങ്ങനെ തരിക. എന്നിട്ട് അതിലെന്തൊക്കെയോ കാണുന്ന അള്ളാഹു എനിക്കറിയില്ല, ആരൊക്കെ പറയും കാണുമ്പോലോ പറയുന്നിട്ടാട്ടോ ഞാൻ കണ്ടിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദര, ഞാൻ എന്നോട് പറയാ അള്ള തന്ന കണ്ണാണ്, അള്ള തന്ന കണ്ണാണ്. ആ കണ്ണുകൊണ്ട് ബന്ധുക്കണ്ട, പഠിക്കും കേട്ടോ, പഠിപ്പിക്കും റബ്ബ്. ഒരു തുള്ളി വെള്ളം കൊടുക്കാതെ പരീക്ഷായിക്കായ തീരെ വൈഭവി കൂടെ എത്തിയൂനക്കില്ല ഖുർആനിൽ പറഞ്ഞതൊന്നും വിശദീകരിക്കുന്നില്ല ഞാനിപ്പോ. ഖുർആനിൽ ആ സംഭവം അന്ന് എടുത്തു പറയുന്നുണ്ട്. അതാ തീ മരുഭൂമിയിൽ ഒരു തുള്ളി വെള്ളം കൊടുക്കാതെ 40 കൊല്ലം കൊണ്ട് വറുത്തില്ലേ. മുസ്ലിമെ ചിന്തിച്ചോ, ആ രാജാതി രാജന്റെ പിതാവ് തന്നെയാണ് ഈ ഭൂമി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും ഈ ഭൂമിന്റെ രാജാവ് അവരാണ്. ആ ഒരു തുള്ളി വെള്ളം കൊടുക്കാതെ കറക്കിയാൽ ബുദ്ധിമുട്ടാവും കേട്ടോ. അന്താരണ്ട തുടങ്ങിക്കണ്. ഒരൊറ്റ ദിവസം കൊണ്ട് ഒരൊറ്റ ചെങ്ങായിന്റെ കാരണം ഒരൊറ്റ ദിവസം ഒരു ദിവസം 12 മണിക്ക് നാളെ നേരം പോലത്തെ 1500 കൂട പാഞ്ഞിരങ്ങായി കെട്ടി പാഞ്ഞിര. പിന്നെ സക്കാത്തിന് മീനുമില്ല, പൊരിച്ചതുമില്ല, കഴിച്ചതുമില്ല, മീൻ വാങ്ങാൻ കായില്ല. അഥവാ ഒരു ഓട്ടോറിച്ച് വെച്ചാൽ വേണ്ടി ചെന്നാണ്ട് ഒരു ഓട്ടോറിച്ചിന്റെ പെരീക്കോട്ടെ ചാച്ചി കാലിനെ ഓർക്കൂട്ടോ നടക്കാണ്ടില്ലാന്ന് ഓട്ടോറിനെ ഉണ്ടാക്കി തരണ്ടോ? എവിടെ ചെന്നാലും ചില്ലറുണ്ടോ? ചില്ലറുണ്ടോ? ചില്ലറല്ലേ കറങ്ങിയേ ഓരൊറ്റ രാത്രിയോണ്ടാ കറങ്ങിയേ. ഇതൊക്കെ നമ്മളെ കാരണ, ചിന്തിക്ക നമ്മളെ കാരണക്കാര് നമ്മളാ. ഭരണക്കാരെ പറഞ്ഞ കാര്യമില്ല. ഓരൊക്കെ ഭരിക്കുന്ന രാജാതിരാജാ റബ്ബുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദര ചെറുപ്പക്കാരെ പന്താടണ്ട, പൊന്തം വിടണ്ട. റബ്ബിന്റെ ഭൂമിയാ. ഇവിടെ ഒരു ദയാപൈസക്ക് ഞങ്ങളൊരു അവകാശിയല്ല. ഇവിടെ ഒരു പിടി മണ്ണ് എനിക്കൊരിക്കുള്ളതല്ല, റബ്ബിൻ്റെതാ. ആ ബോധം നമുക്ക് വേണം. ബോധത്തോടുകൂടെ ജീവിച്ചോ, അല്ലെങ്കിൽ ആദികാല ഭൂമിയായിട്ട് പാഠം പഠിപ്പിക്കും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചുരുക്കി പറഞ്ഞാൽ പെൺകുട്ടിയെ ജിന്ന് തട്ടിയതാ. ജിന്നൊരു പൈതലെ കൊണ്ടുപോയി വിട്ടാരെ ജിന്നെ വരുത്തിയിട്ട് അതിനെ കൊടുത്തോറ്. ഗർഭിണില്ല 5-ാം കുന്നിൽ പോയിട്ട് അവിടെ ഇന്ന് വിജനമായ പേടിച്ചിട്ടുണ്ടോ. അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു തങ്ങളോട് റസൂലുള്ള പറഞ്ഞു വരാം, ജീവിതത്തിൽ ജിന്നില് ജിന്നുകളോട് ഈ നടത്താൻ വേണ്ടി ഞാൻ നിർത്തിയിട്ടില്ല. ബഹുമാനപ്പെട്ട സഹോദര, പോകുമ്പോ ഒപ്പം പോയത് അബ്ദുല്ലാഹി മസ്ഊദ് റസൂലുള്ളാഹി ചെന്ന് ആ കാട്ടിന്റെ ഉള്ളിൽ കയറുമ്പോ അബ്ദുല്ലാഹി മസ്ഊദിനോട് അങ്ങനെ പേടിയുണ്ടോ, ഇവിടെ നിൽക്കൂല ചോദിച്ചു. അപ്പൊ മൂപ്പർക്കും തന്നെ ഇവിടെ അങ്ങനെ രാത്രി പാതിരിയാവുമ്പോ ഇവിടെ ഒറ്റയ്ക്ക് ആവശ്യമില്ലാത്ത തരത്തിലാണ് നിൽക്കാൻ ഒരു വേദാറ്. എന്നാലേ നിങ്ങളെ പേടി മേടിച്ചണ്ട,
റസൂൽ കളങ്ങനെ കഴിച്ചിട്ട് വന്നു. അതിന്റെ നൂലാണെന്നോ ആ കളത്തിനാണ് നിന്നാ മതി. ഏത് മൂർത്തി ഏത് രൂപത്തിൽ എങ്ങനെ വന്നാലും ഏത് മൂർത്തി വന്നാലും ആകാശം പൊട്ടി വീണാലും ഭൂമി പാടം കിടുകിടുത്താലും അബ്ദുല്ലാ പേടിക്കണ്ട കേട്ടോ. അതാണ് ഓതുള്ളതും പറഞ്ഞത്. സംഭവം ഞാൻ പറയാം. വന്നത് ഞാൻ പറഞ്ഞു. ഏതായാലും അഞ്ചാം ഇയാൾ എടുക്കാൻ പറഞ്ഞു. പ്രശ്നങ്ങളൊക്കെ ഉണ്ടായില്ല. ഒരുപാട് സംഭവങ്ങളൊക്കെ നടന്നിക്കണമെന്ന് ഞാൻ ശരിയാക്കാൻ നിൽക്കുന്നില്ലപ്പോ. ഞാൻ പച്ചണ സമയം ഇല്ലപ്പോ. ഞാൻ ഒതുങ്ങാതിന്റെ വിഷയം പറയാൻ വേണ്ടിട്ട് പറഞ്ഞതാ. അതുപോലെ റസൂലിയും കാട്ടിക്കണെന്നാ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. റസൂലിനെ അങ്ങനെ കാട്ടിക്കണ് ഒതുങ്ങാതെ മാത്രമൊന്നും അല്ല. ഒരു ചങ്ങായി മുജാഹിദ് പറഞ്ഞ മുമ്പേ ചേക്കണ്ടീത്തങ്ങളുടെയൊക്കെ ഇതാണല്ലോ. ബഹുമാനപ്പെട്ട മഹാനായ കുഞ്ഞാലി ഹാജി നവ്വർ അല്ലാഹു മർക്കദ നിലമ്പൂര് പള്ളിക്കുന്നുമേൽ മറവട്ടെടുക്കുന്ന കുഞ്ഞാലി ഹാജി മഹാനവറുകൾ കരുളായി മുപ്പതഞ്ചാണ് അവിടെ ഒരു മൂർഖം പാമ്പ് അടക്കുക. മൂർഖം പാമ്പ് ബജ്ജിന്റെ പക്കത്ത് പെരുവഴിയുടെ ഒക്കെ ആൾക്കാർ അയാൾ പോകുകയാണെന്ന് വെച്ചാൽ കൂടിയിട്ട് പറ പെരു ഒറ്റ കുട്ടിക്കൈടെ പോകാൻ പേടിച്ചിട്ട് കുഞ്ഞാലിയാജി പാപ്പാന്റെ എത്തിയിരുന്നു. ചെന്നുകൊണ്ട് അവിടെ കുട്ടികളുടെ ആൾക്കാർ പറയും ഞങ്ങൾക്ക് രക്ഷപ്പെടുത്തണം, നിങ്ങൾക്ക് എന്തെങ്കിലും രക്ഷപ്പെടുത്തിത്തരണം. കുട്ടികളെ ഞാൻ വേദനല്ലേ ഞാൻ കാട്ടുന്നതാണ്. ഇവിടെ നിന്ന് കാട്ടാൻ വയ്യാച്ച ഞങ്ങളെ കുട്ടിക്കാണ്. അവസാനം മുമ്പ് കുട്ടപ്പഴി എടുത്ത് പുറപ്പെട്ടു വന്ന് തൊഴിലിട്ടാതെയായി വന്ന് ആ കാണുന്ന പാമ്പ് കറക്കുന്ന ആൾക്ക് പടിയാണ് കുട്ടിയത്. ആ പടി അവിടെ കുട്ടിയതോട് കൂടെ പാമ്പിന്റെ തലയാണ്. പിന്നെ ആ തല കൊണ്ടിട്ടില്ല. മക്കളെ ഭാവോ കളക്കാണ്ട് തച്ചു കൊല്ലുക. ഒറ്റ കുട്ടിക്ക് വരാൻ കഴിയില്ല. ഭാവോ പേടിക്കേണ്ട നാടാതെ വിട്ടിട്ട് ബാക്കി വരാൻ കഴിയില്ല. പാമ്പ് കൂടിയാണ് വൈകാരം കൂടി കൊത്തിയല്ലോ. അങ്ങനത്തെ പാമ്പിന്റെ എങ്ങനെ പാടില്ല. മൂപ്പരാന്ന് വെച്ചാൽ കത്തോറി കൈക്കോട്ട് കൊണ്ട് വാ. കൈക്കോട്ട് കൊണ്ട് മൂപ്പരന്റെ കളത്തി ഏതായാലും കൊച്ചു കൊല്ലുക പാമ്പിനെ. മഹാനായ കുഞ്ഞാലിയാജി തങ്ങളെ മഹാനവറുകളെ ഏത് പാമ്പ് കൊത്തിയാലും വിട്ട് കയറൂല. കുത്തുബി അഹമ്മദുള്ള തങ്ങളെ പാമ്പ് കൊത്തി പാമ്പ് ചത്തു. മഹാനായ അരിയത്ത മുസ്ലിയാരെ പാമ്പ് കൊത്തി പാമ്പ് ചത്തു. ആ കുഞ്ഞാലിയാജിനെ പാമ്പ് കൊത്തി പാമ്പ് ചത്തു. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളെ കാണാം. അതൊക്കെ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നില്ല. മഹാനായ ചരിത്രത്തിൽ കാണാം. അവന്റെ കോലത്തിൽ ജിന്നികൾ വന്നാരെ അതൊക്കെ ഞാൻ വിശദീകരിച്ചു തന്നാൽ സമയം കടന്നു പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര, അപ്പോ ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോ ഒരു ചങ്ങായി പിറ്റേന്ന് വീഡിയോ പറയാൻ വലിയ ആളെ ഒരു ചങ്ങായി ആൾക്കാർ കുഞ്ഞാലിയാജി സിദ്ദീഖിനെ കാണാൻ സിദ്ദീഖ് വേനങ്ങളെ വലിയ ആളായോ? കാരണം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരുന്നപ്പോ പാമ്പ് കൊത്തി സിദ്ദീഖ് വിഷം കയറി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിഷം കയറി. കുഞ്ഞാലിയാജിനെ പാമ്പ് കൊത്തിയിട്ട് വിഷം കയറിയില്ല. അലിയത്ത മുസ്ലിയാരെ പാമ്പ് കൊത്തിയിട്ട് വിഷം കയറിയില്ല. കുത്തബിയായ മൗലിയാരെ പാമ്പ് കൊത്തിയിട്ട് വിഷം കയറിയില്ല. കാണാൻ വലിയ ആളായി വരില്ല. ഞാൻ ചോദിച്ചു പൊന്നാര സുഹൃത്തുക്കളെ, മഹാനായ കൊത്തിയ പാമ്പ് എന്താണ്? ഏതാണ് ആ പാമ്പ്? എന്തിനെ കൊത്തിയത്? അത് ചോദിച്ചു. അതൊന്നും ഓനറിയില്ല. ഓനതൊന്നും അറിയില്ല. ഏത് പാമ്പാ കൊത്തിയത്, എന്തിനെ പാമ്പ് കൊത്തിയത്, അതൊന്നും അറിയില്ല. ഇതിനകത്ത് തസ്ബീഹ് ഉണ്ടാക്കാൻ നടക്കാവുന്ന രൂപത്തിൽ തന്നെ ഇത് പറയുമ്പോൾ തസ്ബീഹ് ഉണ്ടാക്കുക. ഇതാണ് ഞാൻ പറഞ്ഞത്. റസൂലുള്ളാഹി അങ്ങനെ കാട്ടിയിരുന്നോ? അപ്പോ ആരായ ബുദ്ധിമുട്ടുകളെ കൊത്തിയ പാമ്പ് എങ്ങനെ കൊത്തിയത്? ആ പാമ്പ് ഏതാ പാമ്പ്? അത് നമ്മൾ ആദ്യം പഠിക്കണം.
എന്നിട്ട് വേണം സുദ്ദീഖ് പറയുന്ന ബൽജയ്ക്ക് വലിയ നോക്കാം. ഏതായിരുന്നാലും മഹാനായ അബ്ദുല്ലാഹി മസ്ഊദ് പോലെ ഒരു വില വെച്ചിട്ട് 5-ാം കുന്നിൽ പാടിയിരുന്നു. കിറഹല് 5-ാം കുന്നിൽ പോയിരുന്നു. എന്താ ഈ വില കഴിക്കാൻ പറയേണ്ടത്? ബിസ്മില്ലാഹി അലാ നിയ്യത്തി അബ്ദുൽ ഖാദിർ എന്ന് പറഞ്ഞാണ് വില കഴിക്കാൻ വട്ടം കഴിക്കാൻ. രാത്രി ഇരുള് മുക്കിയ പോക്കിന് അതിന്റെ ലാസ്റ്റ് ചെങ്ങായി കുതിരപ്പുറത്ത് വരും. ഓന്റെ കൂടെ ഒരുപാട് സൈന്യങ്ങളുണ്ടാവും. ഓൻ വന്നാൽ എന്റെ വെറുതെ മുന്നിലാണ് നിൽക്കും. ഓൻ എന്നോട് ചോദിക്കും, ഓനോട് കാര്യം പറഞ്ഞതുപോലെ തന്നെ ശൈത്താന്മാർ ഇരുള് മുക്കിയപ്പോഴേക്ക് കമ്മാട്ട് ഒന്നായിട്ട് ഇങ്ങനെ കൂട്ടായിട്ട് ഇങ്ങനെ വരികയാണ്. ആ വരുന്നതായ സമയത്ത് ബഹുമാനപ്പെട്ട സഹോദരങ്ങള്, ആ വരുന്നതായ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ വലിയ വലിയ കല്ലിലോരുണ്ട്, വലിയ തരല്ലോരുണ്ട്. അങ്ങനെയുള്ളതായ ഒരുപാട് അത്ഭുതങ്ങൾ, ഒരുപാട് രീതിയിലുള്ള മൂർത്തികളെ കണ്ടു. അവസാനം ഇതേ രീതിയിൽ തന്നെ ഒരു ചങ്ങായി വന്നു കുതിരപ്പുറത്ത്. അവന്റെ കൂടെ ഒരുപാട് സൈന്യങ്ങളുണ്ട്. അങ്ങോട്ട് വന്നിട്ട് ഈ മനുഷ്യരിക്കുന്ന ആ കവറിന്റെ മുന്നിലൊന്നാണ്ട് കുതിര നിന്നോ. കുതിര നിന്നപ്പോ ഏ മനുഷ്യ എന്തിനാ ഞങ്ങൾ വന്നിട്ടിരിക്കുന്നത്? ഏ മനുഷ്യ എന്തിനാ ഞങ്ങൾ വന്നിട്ടിരിക്കുന്നത്? അപ്പം പറഞ്ഞു, ഓഹുല്ലാതെ മൊഴി ചെയ്തതുകൊണ്ട് പറഞ്ഞയച്ചതാണ്. ഓഹുല്ലാം എന്ന് പറയേണ്ട താമസം. ഓൻ കുതിരപ്പുറത്തുനിന്ന് താഴെ ഇറങ്ങി. ഓന്റെ സൈന്യങ്ങൾ മുഴുവനോ ആ ഭൂമിയെ ചുംബിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. ആ തരത്ത് തന്നെ അത്തേക്ക് ഇരുന്ന് ആനായ പേര് കേട്ടപ്പോഴേക്ക് അതാ അവൻ അവിടെ നിരത്തിരുന്നു പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓഹുല്ലാളം എന്തിനാണോ എന്നെ പറഞ്ഞയച്ചെന്ന് ചോദിച്ചപ്പോ എന്റെ മോളെ കാര്യത്തിൽ പറഞ്ഞയച്ചതാണെന്ന് ഞാൻ പറഞ്ഞു. ആ സമയത്ത് അവനെന്തവൻ അവന്റെ സൈന്യങ്ങളോട് ചോദിച്ചു, കുത്തുബിന്റെ ലോകത്ത് ഇപ്പണി ചെയ്തവരാരാ? കുത്തുബിന്റെ ലോകത്ത് ഇങ്ങനെ കാട്ടിയതാരാണ്? ആ സൈന്യത്തിൽപ്പെട്ട ഒരൊറ്റ കുട്ടിക്ക് ഇയാൾ കൊടുക്കില്ല. അപ്പ പറഞ്ഞു, ആരാണ് അത് കൂടെ ഹാജരാക്കണം. ചീനയിൽപ്പെട്ട ചീന എന്ന രാജ്യത്തിൽ ഏറ്റവും മൂർത്തിയായ ഒരു മൂർത്തിയായ ചീത്താനെ ആ സമയത്ത് കൊണ്ടുവരപ്പെട്ടു. വലിയ മൂർക്കായിട്ടുള്ള ഒരു പെരുഞ്ചെയ്ത്താനെ കൊണ്ടുവരപ്പെട്ടു. കൊണ്ടുവന്നപ്പോൾ ചോദിച്ചു, ആരാടാ കവളിക്കാരനെ ആരാടാ പ്രേമിച്ച് കാരണം? എന്താ നിങ്ങൾ ചെയ്യാൻ കാരണം? കുത്തുബിന്റെ ലോകത്ത് ഇങ്ങനെ ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോ ആ പെൺകുട്ടിയോടുള്ള എനിക്ക് വന്ന് പ്രേമം വന്നു. അതുകൊണ്ട് എന്റെ കൽവിനോട് സ്ഥലം പിടിച്ചു. എനിക്ക് അവളെ തട്ടാനുള്ള സമയം നോക്കിക്കൊണ്ട് നടന്നു. ഞാന് ഒരവസരത്തിൽ ഓളെ പെരന്റെ മേലെ ഒറ്റയ്ക്ക് കണ്ടപ്പോ ഇതാണ് അവസരം എന്ന് വിചാരിച്ചവർ ആഞ്ഞതാണ്, കൊണ്ടുപോയതാണ്. പോയി ബഹറിന്റെ അങ്ങേ പുറത്ത് കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ചിരുന്ന പെൺകുട്ടിയെ അതാ മഹാനായ ഓഹുല്ലാദവന്റെ കൽപ്പന പ്രകാരം അവിടെ ഹാജരാക്കി. എന്റെ മോളെ എനിക്ക് ഏൽപ്പിച്ചു. അവനെ തലവെട്ടാൻ വേണ്ടി എന്റെ രാജാവ് കൽപ്പിച്ചു. മഹാനായ തങ്ങൾ പറയുകയാണ്, അവനെ തലവെട്ടാൻ കൽപ്പിക്കുകയും എന്റെ മോളെ എന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയും ചെയ്തിട്ട് ആ രാജാവായ ആ ചങ്ങായി പറയാണ്, മഹാനായ ഓഹുല്ലാദ മൊഹീദ്ദീൻ ശൈഖ് തങ്ങള് ബഗ്ദാദിലിരുന്ന് കൊണ്ട് നോക്കിയിട്ട് ഈ ശൈത്താന്മാരെ ഞങ്ങൾക്ക് നസീറിക്ക് മഗ്രിബിന്റെ ഇടയിൽ നിൽക്കാനും ജീവിക്കാനും നിൽക്കപ്പൊറുതിയില്ല. ഒരൊറ്റ ശൈത്താന് ഭൂമിയിൽ നിൽക്കപ്പോതില്ല. അതാണ് ആ പെരുമ്പാച്ചിന് പായില്, കൂട്ടായിട്ട് പായില് പെരുമ്പാച്ചിന് മരീക്കാട് കയറിയപ്പോ കാട്ടുകാട് കയറിയപ്പോ ചെയ്തമാരൊക്കെ പാടുന്ന മഹാനായ അബ്ദുല്ലാഹിന് നേരെ മുന്നിലെ ഒരു ചെങ്ങാന്റെ പല്ലുത്ത നീളുണ്ടെങ്കിൽ മഹാനുള്ള പറയാ ഓടിന് വരുമോ എന്റെ രണ്ടത്തിന് വരും. വന്നുകാണ്ട് അങ്ങോട്ട് തന്നെ പായും, രണ്ടാമത് ഇങ്ങോട്ട് തന്നെ പായും. പാഞ്ഞ് വന്ന് 2-3 വർഷമാണ് അങ്ങോട്ട് കൊണ്ട് പാഞ്ഞപ്പോ
ഓന്റെ കാല വരവരെ തട്ടിയിട്ട് ഒരൊറ്റ പന്തലാണ്. അബ്ദുള്ളക്ക് പറയാ ഒറ്റ പന്തലാണ്. ദബ്ബർവത് ഒന്നുകൂടെയാണ് പൊട്ടിയിട്ട് ഒരു മൈൽ അപ്പുറത്ത് പോയി വീണോന്നാണ്ട് കത്തി. എന്താണ് ആ വില വെച്ചോ ചെറിയത് വിൽക്കില്ലായില്ലത് അല്ലാതെ ഉണ്ടാതിരിക്കുന്നത് അത് ശരിയാണ്. ആ വില വെച്ചിരുന്നത് ആ വിലമ കാലെത്തിയപ്പോ അങ്ങോട്ട് കൊത്തി. അതാ ഞാൻ അല്ലാതെ തന്നെ ഒഴിവാക്കണം എന്ന് പറയാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒരുപാട് ചെറു നീങ്ങാൻ നല്ലതാണ്. പരിയിൽ വർക്കത്തുണ്ടാകാൻ നല്ലതാണ്. റാഹത്തുണ്ടാകാൻ നല്ലതാ. ചെല്ലിക്കോ എല്ലാ ദിവസവും ഇശാന്റെ ശേഷം വരാതെ പതിവാക്കിക്കോ. ഏതായിരുന്നാലും മൂർത്തി ഏതുണ്ടെങ്കിൽ അതാണ് ഭഗവാന്റെ ഭക്ത പറഞ്ഞ് മോനെ ഇത് ഏത് നിയമക്കാർ എന്ത് കൃണി വെച്ചാലും ഏത് ചെയ്താൽ എന്ത് മൂർത്തി എന്ത് പണിയെടുത്താലും ഒരാ കൊല്ല ഹൗലി യാതൊരു ഏത് വല്ലടും കയറുകളുണ്ടെങ്കിലും ഇത് പേടിച്ചണ്ട. എന്തേ പേടിച്ചണ്ട? അനാത്തീക്ക മുതിരിയ അദ്വാജിന്റെ മകൻ ഗൾഫില് തങ്ങോട്ട് പോഞ്ഞപ്പോ അദ്വാജിന്റെ പെണ്ണുങ്ങളും കുട്ടികളും ആകുവാൻ ഓന്റെ പെണ്ണുങ്ങളും കുട്ടികളും ഒക്കെ പാടാൻ തുടങ്ങിയപ്പോ അദ്വാജിനോട് ഞാൻ പറഞ്ഞ അദ്വാജി നമ്മളൊരു കാര്യം ചെയ്യാം, കുട്ടിയാണെന്ന് പറഞ്ഞു നോക്കുക. ഇന്ന് രാത്രി എന്നെ കുട്ടിയെത്തിയില്ല എന്നിട്ടത് പറഞ്ഞു നോക്കിയാൽ ഓതുള്ളാതെ വന്നാലല്ലാതെ വേറെ യാതൊരു മാർഗം ഞമ്മക്കില്ലല്ലേ. നമ്മളെ കൊണ്ടൊന്നും കഴിയൂല. കയ്യിനോട് പറഞ്ഞു നോക്കുക. ഓല് കേട്ടാൽ നമ്മളെ കാര്യം നടക്കും കേട്ടോ. അദ്വാജിന്റെ വീട്ടിൽ വെച്ചുകൊണ്ട് തന്ന രാത്രി നടന്നു നോക്കിയത് 1000 വട്ടാണ്. البني خلوتي عذبا بهمتي دربا لرفضتي عجبته مصريا من أجل دعوتي فليدعو يا عبد القادر وهي الدين. 1000 വട്ടാണ് വിളിച്ചത്. 2 മണിക്കാണ് കുട്ടിയത്ത് കഴിയുന്നത്. 4 ആള് കൂടിയാണ് ഇതിന്റെ തോന്നണ 3 കുട്ടികളും അദ്വാനി ഞാനും 5 ആള്. ഓരൊപ്പം ഉറങ്ങി, ഞാൻ മാത്രമേ ഉറങ്ങാത്തുള്ളൂ. 700 കഴിഞ്ഞപ്പോ എല്ലാവരും ഉറങ്ങി. ബാക്കി 300 700 700 ഞാൻ കച്ചേരി തീർത്തത്. ഈ കുത്തിരിയത്ത് കഴിയുന്ന സമയത്ത് ഈ കുട്ടി ഗൾഫില് റൂമിന്റെ പുറത്തേക്ക് ഭാഗത്ത് ഓടിക്കൊണ്ടിരിക്കുക. അങ്ങനെ അവൻ ഓടുമ്പോ റൂമിന്റെ ഉള്ളിൽ പോയി കണ്ട ചുമരിലൊക്കെ ഓടി അവിടെ ഓൺ ചെയ്തിട്ടാ. പിന്നെ ഓൺ ചെയ്തതാണ്. ചുമരിലൊക്കെ ചാരികളെ ഇരുന്നപ്പോ ഒരാൾ വന്നിട്ട് ഇരുന്നാണ്ട് മോനോട് എന്താണ് ഇങ്ങനെ പരക്കം പറയുന്നത് മോന്റെ മേലോട് കഴിഞ്ഞോ. ഒരാൾ ചെന്ന് മേലെ കണ്ടു. ഇനി എന്താ ഈ പരക്കം കർമ്മ ഇവിടെ നിൽക്കുക. സുഖമായിട്ട് നേരെ പോയിക്കോളും നടന്നാ പറഞ്ഞു. ആരെ ചെന്ന് ഓടാറില്ല. ഒരാൾ ചെന്ന് നേരെ പറഞ്ഞു. നീരത്തിന്നോ എന്നെ